പരിശുദ്ധ വലിയ നോമ്പിൻ്റെ 40 ദിവസങ്ങൾ നമ്മൾ പിന്നിട്ട് പീഡാനുഭവ ആഴ്ചയുടെ ചിന്തകളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നോമ്പിൻ്റെ ഉദ്ദേശം നമുക്കറിയാം. ഒന്ന്, ആത്മശുദ്ധീകരണമാണ്. നമ്മളൊക്കെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വർഷത്തിൽ 2-3 പ്രാവശ്യമെങ്കിലും നമ്മളതൊരു സർവീസ് ചെയ്യാറുണ്ട്, അല്ലേ? പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ ടെസ്റ്റിങ്ങിന് വിധേയമാക്കണമെന്നുള്ള ഗവൺമെൻറ്റിൻ്റെ നിയമവുമാണ്. എന്തിനാണ് വാഹനം നമ്മൾ സർവീസ് ചെയ്യുന്നത് അഥവാ ടെസ്റ്റിങ്ങിന് വിധേയമാക്കുന്നത്? എന്തിനാണ് വാഹനങ്ങൾ ഓടുന്നത്? പരിവലിത്ത പ്രതലങ്ങളിലൂടെ, അല്ലേ? പരിവലിത്ത പ്രതലങ്ങളിലൂടെ ഓടുന്ന വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും തേയ്മാനങ്ങൾ സംഭവിക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിച്ചാൽ വാഹനം അപകടമുണ്ടാക്കുമെന്ന് നമുക്കറിയാം. വാഹനം അപകടമുണ്ടാക്കിയാൽ വാഹനത്തിൽ സഞ്ചരിക്കുന്നവർക്ക് മാത്രമല്ല, വാഹനം കടന്നു പോകുന്ന വഴിയെ വെറുതെ നടന്നു പോകുന്നവർക്കും ജീവഹാനി സംഭവിക്കുന്ന കാഴ്ചകൾ നമ്മൾ ദിവസവും മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഗവൺമെൻറ് അത് നിയമമാക്കി, നമ്മളത് കർശനമായി പാലിക്കുന്നുണ്ട്. അത് സർവീസ് ചെയ്യും, ടെസ്റ്റിങ്ങിന് വിധേയമാക്കും. ആധ്യാത്മിക ജീവിതവും വാഹന തുല്യമായൊരു യാത്രയാണ്. യാത്ര എവിടെ ആരംഭിച്ചു, എവിടേക്ക് പോകുന്നു? എവിടെയാ ആധ്യാത്മിക ജീവിതമാകുന്ന യാത്ര ആരംഭിച്ചത്? എവിടെയാണ്? എവിടെ ആരംഭിച്ച ജീവിതത്തിൽ? മാമോദീസയിൽ ആരംഭിച്ചു. എവിടേക്കാണ് യാത്ര ചെയ്യുന്നത്? സ്വർഗീയ കനാനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. ഈ യാത്രയിലും പരിവലിത്ത പ്രതലങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ പൈശാചിക പ്രലോഭനങ്ങളും പ്രകോപനങ്ങളുമുണ്ട്. അപ്പോൾ ആധ്യാത്മിക ജീവിതമാകുന്ന നമ്മുടെ വാഹനത്തിനും കേടുപാടുകളും കുറവുകളും സംഭവിക്കുക സ്വാഭാവികമാണ്. അങ്ങനെ സംഭവിച്ചാൽ അത് സർവീസ് ചെയ്യണം, ടെസ്റ്റിങ്ങിന് വിധേയമാക്കണമെന്നുള്ള നിയമമാണ്. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയെക്കുറിച്ച് പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ. 1 കൊരിന്ത്യർ 10:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്ന് ഒരേ ആത്മീയാഹാരവും ഒരേ ആത്മീയ പാനീയവും അവർ കുടിച്ചു. അവരനുഗമിച്ച പാറയിൽ നിന്നല്ലോ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്ര ആരംഭിച്ചത് സ്ഥാനത്തോടെ. ഏതായിരുന്നു സ്ഥാനം? ചെങ്കടൽ കടന്നതാണ്. വാസ്തവത്തിൽ ഉണങ്ങിയ നിലത്തൂടെ അക്കരെ പോയതല്ലേ. പക്ഷേ പൗലോസ്ലീഹ പറഞ്ഞതൊരു സ്നാനമായിരുന്നു. എന്തിന്? പഴയ നിയമത്തിലെ വീണ്ടെടുപ്പുകാരനായ മോശയോട് ചേരുവാൻ. അത് ഞാനും നിങ്ങളും പുതിയ നിയമത്തിൽ സ്ഥാനമേറ്റ് ക്രിസ്തുവാകുന്ന വീണ്ടെടുപ്പുകാരനോട് ചേർന്ന് സ്വർഗീയ കനാനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നതിൻ്റെ നിഴലാണ് പഴയ നിയമത്തിൽ സംഭവിച്ചത്. അതുകൊണ്ടാണ് പഴയ നിയമത്തെ നിഴലായും പുതിയ നിയമത്തെ പൊരുളായും പിതാക്കന്മാർ പറയുന്നത്. ഷാഡോ മറ്റേ അതിൻ്റെ റിയാലിറ്റിയാണ്. ഓട്ടെ. ഇപ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. നമ്മളെല്ലാവരും ഇന്ന് നിങ്ങളെ ഭവനത്തിൽ നിന്ന് ഈ ദേവാലയത്തിലേക്ക് സന്ധ്യാപ്രാർത്ഥനയിലേക്കും പ്രാർത്ഥനയിലേക്കും വന്നപ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ ഒരാളോട് യാത്ര ചോദിച്ചിട്ടാണ് വന്നല്ലേ? ആരോടാ യാത്ര ചോദിച്ചേ? ദൈവത്തോടോ? നമ്മളെത്ര ഗുണപ്പെട്ടേ? അല്ല, നമ്മൾ യാത്ര ചോദിച്ച് നമ്മുടെ റൂമിലെ കണ്ണാടിയോടാണ്. ഇതിൻ്റെ മുന്നേ പോയി നിന്നില്ലേ എല്ലാവരും? പൊക്കോട്ടേന്ന് ചോദിച്ചില്ലേ? പല പ്രാവശ്യം തിരിഞ്ഞും മറിഞ്ഞും ചോദിച്ചില്ലേ പൊക്കോട്ടേന്ന്? അപ്പോൾ കണ്ണാടി പറഞ്ഞു, സുന്ദരിയായിരിക്കുന്നു, കുഴപ്പമില്ല, പൊയ്ക്കോ. അതുകൊണ്ടല്ലേ വന്നേ. എന്തിനാ കണ്ണാടിയുടെ മുന്നേ പോയി നിന്നത്? നമ്മുടെ ശരീരത്തിലോ വസ്ത്രധാരണത്തിലോ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ കണ്ണാടി അത് പ്രതിബിംബിപ്പിക്കും, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പോയി നിന്നത്. ഇതുപോലെ നമ്മുടെ മനസ്സാകുന്ന ഞാനാകുന്ന എൻ്റെ മനസ്സിനെ പ്രതിബിംബിക്കുന്ന കണ്ണാടിയാണ് ദൈവവചനം അഥവാ കർത്തൃസന്നിധി. അതിനു വേണ്ടിയുള്ള ദിവസങ്ങളാണ് നോമ്പിൻ്റെ ദിവസം. ഒന്നാമത്തെ നോമ്പിൻ്റെ ലക്ഷ്യം പൈശാചിക പ്രലോഭനങ്ങളെ അതിജീവിച്ച് ആത്മീയമായ വിശുദ്ധി. പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു പോകുകയാണ്. കാരണം ജഡം ലോകം പിശാചും പോരാട്ട സഭയിൽ നമ്മൾ ജീവിക്കുകയാണ്. ഇവിടെ സത്യവും അസത്യവും തമ്മിൽ യുദ്ധം, നീതിയും അനീതിയും തമ്മിൽ യുദ്ധം, വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള യുദ്ധം. ആ യുദ്ധത്തിലാണ് നമ്മൾ ഏർപ്പെടുക. അതുകൊണ്ട് എനിക്കറിയാമല്ലോ, പരിശുദ്ധ സുറിയാനി സഭയിൽ ഒരു കുഞ്ഞിന് മാമോദീസ നൽകി മൂറോൻ അഭിഷേകം നടത്തുമ്പോൾ നടത്തുന്നൊരു പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ഇത്ര പേര് ശ്രദ്ധിച്ചത്. മൂറോൻ കുപ്പി കയ്യിലെടുത്തുകൊണ്ട് പട്ടക്കാരൻ നടത്തുന്ന പ്രാർത്ഥന ഇതാണ്: കർത്താവേ, മാമോദീസായുടെ വിശ്വാസം മൂലം നിന്റെ ഭടന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിരിക്കുന്ന ദാസൻ ദാസി എന്നും പറഞ്ഞാൽ നമ്മൾക്ക് മൂറോൻ അഭിഷേകം ചെയ്യുന്നത്. ഭടന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്നാ? നമ്മളൊരു മിലിറ്ററി ചേർക്കുകയാണ്. എന്നിട്ട് പ്രാർത്ഥിക്കുന്നു: മാമോദീസയുള്ള വിശ്വാസം മൂലം നിന്റെ ഭടന്മാർ കൊണ്ടപ്പെട്ട ഈ ദാസൻ ഈ മൂറോൻ തൈലത്താൽ സകലവിധ പരിമള വാസനകളാൽ നിറയുകയും പ്രതികൂല സൈന്യങ്ങൾക്ക് കീഴടങ്ങാത്തവനായി തീരുകയും ചെയ്യണമേ. അപ്പോൾ ഇവിടെ ആരുണ്ട്? പ്രതികൂല സൈന്യമുണ്ട്. ഇനി ദുഷ്ടപ്രഭുക്കളെയോ അന്ധകാര ശക്തികളെയോ ഭയപ്പെടുവാൻ ഇടയാകാതെ നിന്റെ തേജസ്സിൽ കൂടി സഞ്ചരിച്ച് നിന്റെ തിരുസന്നിധിയിൽ എത്തിച്ചേരുമാറാകണമേ. സുറിയാനി സഭയുടെ ദൈവശാസ്ത്രം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അതിശക്തമായൊരു പ്രാർത്ഥനയാണ്. മൂറോന്റെ പരിമള വാസനയാൽ നിറയുകയും പ്രതികൂല സൈന്യങ്ങൾക്ക് കീഴടങ്ങാത്തവനായി തീരുകയും ചെയ്യണം. ദുഷ്ടപ്രഭുക്കളെയോ അന്ധകാര ശക്തികളെയോ ഭയപ്പെടുവാൻ ഇടയാകാതെ നിന്റെ തേജസ്സിൽ കൂടി സഞ്ചരിച്ച് നിന്റെ തിരുസന്നിധിയിൽ എത്തിച്ചേരുമാറാകണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു മിലിറ്ററി ചേർത്തു. എന്തിനാ ഒരാളെ മിലിറ്ററി ചേർക്കുന്നത്? എന്തിനൊരാളെ മിലിറ്ററി ചേർക്കുന്നത്? റാന്നി ചോദ്യം അമ്മച്ചി പറഞ്ഞു പെൻഷൻ മേടിക്കാനാണ്. അമ്മച്ചിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് അല്ലേ? യുദ്ധം ചെയ്യാൻ. ആരോടാ യുദ്ധം? അത് എഫേസ്യർ 6:10 വായിക്കുന്നില്ല? ഒടുവിൽ കർത്താവിലും നമുക്കൊരു പോരാട്ടമുണ്ട്, യുദ്ധമുണ്ട്. ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞാൽ മനുഷ്യനോടല്ല, വാഴ്ചകൾ, അധികാരങ്ങൾ, അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്ന ദുഷ്ടാത്മ സേനയോട്. എന്നിട്ട് ഒരു റോമൻ പടയാളിയുടെ ആ കാലത്തെ വേഷവിധാനങ്ങളൊക്കെ ഉദാഹരണമായി പൗലോസിക സത്യമെന്ന അരക്കെട്ട്, നീതി എന്ന കവചം, രക്ഷ എന്ന ശിരസ്ത്രം, ദൈവജനം എന്ന വാള്, സമാധാന സുരക്ഷ ഒരുക്കം, കാലിന് ചെരുപ്പാക്കി സാത്താനോട് യുദ്ധം ചെയ്യണം. അപ്പോൾ നമ്മളൊരു യുദ്ധഭൂമിയിലാണെന്ന് വ്യക്തം. മനസ്സിലായല്ലോ? അപ്പോൾ ഒന്നാമത് ആത്മശുദ്ധീകരണം. ഇനി നമ്മുടെ ഈ നോമ്പുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയോടെ വെക്കാൻ ഉദ്ദേശിക്കുന്ന നമ്മളൊന്ന് വായിക്കാമോ? മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 22 മുതൽ വാക്യം. കർത്താവ് ഒരു പിറവിക്കുരുടന് സൗഖ്യം കൊടുത്ത സംഭവം വായിക്കുന്നത്. അത് ചെറിയ ചിന്ത വെക്കാൻ വേണ്ടി. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 22 മുതൽ. അവൻ ബേഥാനിയായിലെത്തിയപ്പോൾ ഒരു കുരുടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ തൊഴയണമെന്ന് യേശുവിനോട്, കാരണം കർത്താവ് അനേകർക്ക് തൊട്ടും പറഞ്ഞു ഒക്കെ സൗഖ്യം കൊടുത്തിട്ടുണ്ട്. കുരുടനെ കൊണ്ടുവന്ന് തൊഴണമെന്ന് പറഞ്ഞു. കർത്താവ് കുരുടനെ കൈക്ക് പിടിച്ച് ഊരിന് പുറത്ത് കൊണ്ടുപോയി. എന്ന് പറഞ്ഞാൽ അറിയാമോ? ഊരിന് പുറത്ത് കൊണ്ടുപോയി പറഞ്ഞാൽ എന്നാ? ഗ്രാമത്തിന് പുറത്ത് കൊണ്ടുപോയി. ഊരെന്നുള്ള അല്ലേ നമുക്കറിയാം, ഗ്രാമം എന്നുള്ള അർത്ഥമാണ്. ഗ്രാമത്തിന് പുറത്ത് കൊണ്ടുപോയി അവൻ്റെ കണ്ണിൽ തുപ്പി. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേപ്പോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നതൊക്കെ മരങ്ങൾ പോലെ എത്രയെന്ന് പറഞ്ഞു. പിന്നെ അവൻ വീണ്ടും അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചാറെ അവൻ സൗഖ്യം പ്രാപിച്ചു. മിഴിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു. കുരുടനെ സൗഖ്യം കൊണ്ടുവന്നാണ്. ഒരു പിറവിക്കുരുടനാണ്. കർത്താവ് കൈക്ക് പിടിച്ച് പുറത്ത് കൊണ്ടുപോയി അവൻ്റെ കണ്ണിൽ തുപ്പി. നമ്മുടെ കൈക്ക് പിടിച്ച് പുറത്ത് കൊണ്ടുപോയി ആരെയും നമ്മുടെ കണ്ണിൽ തുപ്പിയാൽ നമ്മളെന്താ പറയും? എന്താ പറയാൻ പോകുന്നതും ചെയ്യാൻ പോകുന്നതും മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞല്ലേ? ഇന്നലെ കർത്താവിൻ്റെ കണ്ണിൽ തുപ്പിയത്. അതിനെപ്പറ്റി വ്യാഖ്യാനം കേട്ടില്ല. അക്കാലത്തെ നാച്ചുറൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു തുപ്പൽ. തുപ്പൽ ആൽക്കലിയാണല്ലോ, അതിന് മെഡിക്കേറ്റഡാണ്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് കൺകുരു വരുമ്പോൾ നാക്കടിയിലെ ചില തുപ്പൽ തൊട്ട് കണ്ടിട്ടുണ്ടല്ലേ? അത് കൺകുരു മാറിയിട്ടുണ്ടല്ലേ? അതിൻ്റെ ഭാഗമായിരുന്നു ഈ കർത്താവിനെ കണ്ണിൽ തൊട്ടു. അവൻ്റെ തുപ്പൽ അവൻ്റെ കണ്ണിൽ തൊട്ടി. നീ വല്ലതും കാണുന്നുണ്ടോ? അവൻ പറഞ്ഞു, ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ മനുഷ്യരെ കാണാം. എങ്ങനെയാണ് മനുഷ്യരെ കാണുന്നത്? മരങ്ങൾ പോലെ. എന്താ മരം പോലെ കാണുക എന്ന് പറഞ്ഞ അർത്ഥം? ഇലയും പൂവും തടിയും ഒക്കെ ആയിട്ട് മനുഷ്യർ പോകുന്നത് കണ്ടെന്നാണോ? അല്ല. നിങ്ങൾക്ക് സ്ത്രീകൾക്കറിയാം, നിങ്ങൾ ചില ദിവസം പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴേ വെള്ളയപ്പവും പാലും പോകണം, നിങ്ങൾ പറഞ്ഞിട്ടില്ല ഇന്നത്തെ ഈ അപ്പം മരം പോയിട്ടില്ല. അതിനകത്ത് ഇലയും പൂവും തടിയും കണ്ടിട്ടാണോ പറഞ്ഞത്? എന്താ മരം പോലെ കണ്ടെന്നുള്ള അർത്ഥം തന്നെ? മായമില്ലാത്ത, മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ദയവില്ലാത്ത, കാരുണ്യമില്ലാത്ത, സഹതാപമില്ലാത്ത, മനുഷ്യൻ്റെ വേദനകളെ തിരിച്ചറിയാൻ സാധിക്കാത്ത ഭാഗികമായ കാഴ്ച മാത്രമേ അവന് കിട്ടിയുള്ളൂ. അതാണ് അവൻ പറഞ്ഞാൽ മനുഷ്യനെ കാണുന്നു, മരം പോലെ കാണുക. അപ്പോൾ രണ്ടാമത് കർത്താവ് എന്ത് ചെയ്തു? അവനെ ഒന്നുകൂടെ തൊട്ടു. ഇപ്പം എങ്ങനെയുണ്ട്? അവൻ പറഞ്ഞു, ഞാൻ സ്പഷ്ടമായി കാണും. പ്രിയമുള്ളവരെ, നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും
പ്രാർത്ഥനയുടെയും ആത്യന്തിക ലക്ഷ്യം ഈ രണ്ടാമത്തെ തൊടിയിൽ കിട്ടാനാണ്. രണ്ടാമത്തെ സ്പർശനം കിട്ടും. ഒന്നാമത്തെ സ്പർശനം നമുക്ക് കിട്ടിയവരാ എപ്പോൾ? മാമോദീസായി നമ്മൾ കർത്താവിനെ തൊട്ടു, കർത്താവ് നമ്മളെ തൊട്ടു. ആ തൊടിയിലും കൊണ്ട് കാണുന്ന മനുഷ്യരെയൊക്കെ മരമായി കണ്ട് ഇങ്ങനെ അങ്ങ് പോവാം. ആരെക്കുറിച്ച് എന്തും പറയാം, എന്തും എഴുതാം, അല്ലേ? എന്തു വേണേലും പ്രവർത്തിക്കാം. ആരോടും കാരുണ്യമില്ല, സഹതാപമില്ല, ആരുടെയും വേദനകൾ പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കാത്ത ഭാഗികമായ കാഴ്ച, ആന്തരികമായ ഒന്ന് കാഴ്ചയും മറ്റൊരു കാഴ്ചപ്പാടാണ്. രണ്ടാമത്തെ ആ കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. അവരുടെ വേദന സ്വന്തം വേദനയായി കാണുവാനും അവരുടെ പ്രശ്നം സ്വന്തം പ്രശ്നമായി കാണുവാനും അതിനുവേണ്ടി ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്ന രണ്ടാമത്തെ സ്പർശനം നമുക്ക് ഏറ്റുവാങ്ങാൻ ഇടയായിത്തീരണം. നമ്മുടെ നോമ്പിൻ്റെ എല്ലാ പ്രാർത്ഥനകളും അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനും നിങ്ങളുമായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് പീഡാനുഭവ ആഴ്ചയായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്, ഒരു വാക്യമാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനായി എടുക്കുന്ന പ്രവചനവാക്യം സഖറിയ പ്രവചനം 13-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യമാണ്. പീഡാനുഭവ ആഴ്ചയായതുകൊണ്ട് മറ്റ് സുവിശേഷ പ്രസംഗങ്ങളെക്കാൾ അതുമായി കർത്താവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമായതുകൊണ്ടാണ് ഈ വാക്യം ഞാൻ എടുക്കുന്നത്. സഖറിയ പ്രവചനം 13-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് ഉച്ചത്തിലൊന്ന് വായിക്കാം. എന്നാൽ അവനോട് നിന്റെ കൈകളിൽ കാണുന്ന ഈ മുറിവുകൾ എന്തേ എന്ന് ചോദിക്കുന്നതിന് അവന് എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു എന്ന് ഉത്തരം പറയും. എന്നാൽ അവനോട് നിന്റെ കൈകളിൽ കാണുന്ന മുറിവുകൾ എന്തേ എന്ന് ചോദിക്കുന്നതിന് എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് എനിക്കടികൾ കൊണ്ടതാകുന്നു എന്ന് ഉത്തരമായി പറയും. BC ഏകദേശം ഒരു 6-ാം നൂറ്റാണ്ട് കാലമാണ് സഖറിയ പ്രവാചകൻ്റെ കാലമായി നമ്മൾ മനസ്സിലാക്കുന്നത്. യേശു ക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം 650-650-700 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച് മരിച്ചുപോയ പ്രവാചകനാണ് സഖറിയ. കൈകളിൽ മാത്രമല്ല കാലുകളിലും വിലാപ്പുറത്തും മുറിവേറ്റവനായ ഒരു ക്രിസ്തുവിനെ തൻ്റെ ആന്തരികമായ കണ്ണുകളാൽ കാണുവാൻ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന് സാധിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ ചോദിക്കുന്നു, നിന്നെ ആരാണ് മുറിവേൽപ്പിച്ചത്? എവിടെ വെച്ചാണ് നിന്റെ കൈകളിൽ ഈ മുറിവുകൾ ഏറ്റത്? അവൻ പറയാൻ പോകുന്ന ഉത്തരം എന്താണെന്നാണ് നമ്മൾ വായിച്ചത്? എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് എനിക്ക് കിട്ടിയ അടികളാണ്. പ്രിയമുള്ളവരെ, സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് കിട്ടേണ്ടത് അടികളാണ് ആണോ? അല്ല, ചുംബനവും ആശ്ലേഷണവുമാണ് ലഭിക്കേണ്ടത്. പക്ഷേ യേശുവിനെ ലഭിച്ചത് മുറിവുകളാണ്. ഏത് വീട്ടിൽ വെച്ചാണ് യേശു മുറിവേറ്റത്? എന്തിനാണ് അവൻ മുറിവേറ്റത്? അതാണ് നമ്മളിന്ന് ചിന്തിക്കുക. ഏത് വീട്ടിൽ വെച്ചാണ് യേശുവിന് മുറിവേറ്റത്? കർത്താവ് എന്തിനു വേണ്ടിയാണ് ആ മുറിവേറ്റത്? നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ ബൈബിളിൻ്റെ ഇൻട്രഡക്ഷൻ എന്ന് പറയാറുണ്ട്. സകല ജാതികളോടും ജനതയോടും ദൈവം ഇടപെടുന്ന കാര്യമാണ് 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ. 12-ാം അധ്യായം മുതൽ ഒരു ചരിത്രം ആരംഭിക്കുന്നുണ്ട് അബ്രാഹാമിലൂടെ, അല്ലേ? ജലപ്രളയത്തിന് ശേഷം നോഹയ്ക്ക് 3 മക്കൾ, ശേം, ഹാം, യാഫേത്ത്. അതിൽ ഹാമിൻ്റെ സന്തതിയിൽ നിന്ന് അബ്രാഹാമിനെ ദൈവം വിളിച്ച് വേർതിരിക്കുകയാണ്. എന്നിട്ടൊരു ജനതയെ രൂപപ്പെടുത്തുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ആ സമൂഹമാണ് യേശുവിനെ സ്നേഹിച്ച സമൂഹം. എന്ന് പറഞ്ഞാൽ മശിഹായുടെ ആഗമനത്തെക്കുറിച്ചുള്ള എല്ലാ പ്രവചനങ്ങളും ലഭിച്ചത് ആർക്കാണ്? യഹൂദ സമൂഹത്തിന് മാത്രമാണ്. അവരാണ് മശിഹായെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. ആ ഭവനത്തിലേക്ക്, ആ ഗ്രഹത്തിലേക്കാണ് യേശു തമ്പുരാൻ വന്നത്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 21 മുതൽ നമുക്കറിയാം, കനാൻകാരി സ്ത്രീക്ക് യേശു സൗഖ്യം കൊടുക്കുന്ന ഒരു സംഭവം നമ്മൾ വായിച്ചതാണല്ലോ. കനാൻകാരി സ്ത്രീ ഇസ്രായേലിന് പുറത്തുള്ള ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. പിതാവായ നോഹിൻ്റെ നഗ്നത മൂലം
ശപിക്കപ്പെട്ട ഹാമിൻ്റെ മകൻ കനാൻ്റെ വംശപാരമ്പര്യത്തിൽപ്പെട്ടവരെയാണ് നമ്മൾ കനാനിൽ നിന്ന് വിളിച്ചു വന്നത്. ആ സ്ത്രീ സൗഖ്യം പ്രതീക്ഷിച്ച് യേശുവിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. അപ്പം യേശു എങ്ങോട്ട് അയക്കപ്പെട്ടത്? ഇസ്രായേലില്ല. ഇസ്രായേലിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന്. യേശുവിൻ്റെ ഈ ഭൂമിയിലെ പ്രവർത്തനത്തിൻ്റെ പ്രായോഗികമായ പരിമിതികളാണ് കർത്താവോട് പറയുന്നത്. അതിൻ്റെ അർത്ഥം വേറെയാണ്, അങ്ങനെ നമ്മൾ പറയുന്നതാണ്. അതുപോലെ തന്നെ കർത്താവ് പരിശുദ്ധ നാളുകളിൽ ശിഷ്യന്മാരെ പ്രേക്ഷിത പ്രവർത്തനം നയിക്കുമ്പോൾ അവരോട് പറഞ്ഞതെന്താ? നിങ്ങൾ ജാതികളുടെ ഇടയിൽ പോകരുത്, സമരുടെ ദേശത്ത് പ്രവേശിക്കരുത്, ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് തന്നെ പോകുവിൻ. അവിടേക്കാണ് യേശു വന്നത്. അവിടെ നിന്നാണ് യേശുവിനെ അടികൾ കൊണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 9 വായിക്കുന്നില്ലേ? സ്വന്തമായതിലേക്ക് അവൻ വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ യേശു തമ്പുരാനെ അടിയേറ്റത് ആ സമൂഹത്തിൽ നിന്നാണ്. പ്രവാചക ഭാഷയിൽ പറഞ്ഞാൽ ഇസ്രായേൽ ആരാണ്? യഹോവയ്ക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ട കന്യകയാണ്. യിരെമ്യാ പ്രവചനം 2-ാം അധ്യായത്തിൽ 1-2 വാക്യം വളരെ വേഗം വായിക്കുക. യിരെമ്യാ പ്രവചനം 2-ാം അധ്യായത്തിൽ 1-2 വാക്യം. യഹോവയ്ക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ട കന്യകയാണത്. യിരെമ്യാ 2-1-2 വാക്യം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, നീ ചെന്ന് യെരൂശലേം കേൾക്കെ വിളിച്ചു പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിക്കപ്പെട്ട നാളിലെ സ്നേഹവും ഇപ്പോൾ താഴോട്ട് പറഞ്ഞു. ഇപ്പം നിനക്ക് എന്നോടുള്ള എല്ലാ സ്നേഹവും പോയെന്നും പറഞ്ഞുള്ള യഹോവയുടെ വിലാപമാണ്. അതിൻ്റെ 13-ാം വാക്യം വരെ നമ്മൾ വായിക്കും. യഹോവ ഇസ്രായേലിനോട് പ്രവാചകമാണെന്ന് പറഞ്ഞ് മിസ്രയീമിൽ അല്ല മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തി. ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂയാത്രയുടെ 40 സംവത്സരമാണ് അവരുടെ യൗവനകാലമായ യഹോവയായ ദൈവയോട് പറഞ്ഞ. യഹോവയോട് ഭയങ്കര ഭക്തിയായിരുന്നു. കാരണം എന്നാ? മരുഭൂമി യാത്രയിൽ ഇസ്രായേൽ ജനത്തിന് യഹോവയോട് ഭക്തി വിടാനുള്ള കാരണം എന്നാ? ആശ്രയം വെക്കാൻ ഒരു മാർഗം വേറെ ഒന്നുമില്ല. സ്വന്തമായി ഭൂമിയില്ല, കൃഷിയില്ല, ആടുമാടുകളില്ല, സമ്പത്തില്ല, ഒന്നുമില്ല. എല്ലാ ദിവസവും നേരം വെളുക്കുമ്പോൾ സ്വർഗത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ദൈവമേ, ആവശ്യമുള്ള അപ്പം തരണേ, ആവശ്യമുള്ള വെള്ളം തരണേ, കുടിക്കാറ്റിൽ നിന്ന് അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവത്തോട് പങ്കുവെച്ചുകൊണ്ടിരുന്നു. ആ നാളുകളിൽ ഭയങ്കര ഭക്തിയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, വിവാഹം നിശ്ചയിക്കപ്പെട്ട നാളിലെ സ്നേഹം. യഹോവയുടെ ഇസ്രായേലിൻ്റെയും വിവാഹ നിശ്ചയം എവിടെയാണ് നടന്നത്? എവിടെയാണ് നടന്നത് അറിയില്ല. നമ്മുടെ ഭാഗവദാസ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്, ആശീർവാദ പ്രാർത്ഥനയിൽ. മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന മണവാട്ടിയോടെ ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നമ്മളെ ഈ സംഘം മുഴുവനും വാഴ്ത്തുമാറാകട്ടെ. കേട്ടിട്ടുണ്ടോ? ഇവിടെ പെണ്ണിൻ്റെ കഴുത്തെ നോക്കിക്കൊണ്ടിരിക്കുക, എത്ര മാലയുണ്ട്, ഏത് ശാരി കൊടുത്ത് നമ്മളിവിടെ അല്ലേ? ഇങ്ങനൊരു ആശീർവാദ പ്രാർത്ഥനയുണ്ട്. മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന മണവാട്ടിയോടെ ഉടമ്പടി ചെയ്യുവാൻ സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ. യഹോവയും ഇസ്രായേലുമായുള്ള വിവാഹ ഉടമ്പടിയായിരുന്നു സീനായി ഉടമ്പടി. മോശയ്ക്ക് 10 കൽപ്പന കൊടുത്തില്ലേ? അതായിരുന്നു വിവാഹ ഉടമ്പടി. എന്ന് പറഞ്ഞാൽ മോതിരവാഴ്വിൻ്റെ ശുശ്രൂഷ അവിടെ നടന്നു. എന്നിട്ട് അവളോട് പറഞ്ഞു, ഈ കൽപ്പന പാലിച്ചാൽ ഞാൻ നിൻ്റെ ദൈവം, നീ എൻ്റെ ജനം. ഇത് ലംഘിച്ചാൽ ഞാൻ നീയുമായുള്ള ബന്ധം പോകും. ആ വിവാഹം നിശ്ചയിക്കപ്പെട്ട പെണ്ണ് കിരീടവാഴ്വ് നടക്കുന്നതിന് മുമ്പ് വേറൊന്നിലൂടെ അങ്ങ് ഇറങ്ങിപ്പോയി, ഓടിച്ചോടി. അതുകൂടെ ആ പെണ്ണിറങ്ങിപ്പോയി. സുറിയാനി സുഹേരി അങ്ങനെ അറിയത്തില്ലേ? അതാണ് പ്രവാചകന്മാർ വിലപിച്ച ഇസ്രായേൽ കന്യക പരസംഗം ചെയ്തു. ബാലിൻ്റെയും എക്രോൻ്റെയും മറ്റു ദൈവങ്ങളുടെ പിന്നാലെ പോയി. ഇപ്പോൾ യഹോവയായ ദൈവം മറ്റൊരു പെണ്ണിനെ കണ്ടുപിടിച്ചു. ആ പെണ്ണേതാണ്? നമ്മളെ വിളിച്ചൊരു ബിരിയാണി തന്നിരുന്നെങ്കിൽ നമ്മൾ ഓർത്തേനെ. യഹോവയായ ദൈവം 2ാമത് കണ്ടുപിടിച്ച പെണ്ണേതാ? അതായിരിക്കുന്നു ഞാനും നിങ്ങളും പുതിയ നിയമസഭ. നമുക്ക് വിവാഹം നിശ്ചയിച്ചു. അത് നമുക്ക് മോതിരവാഴ്വിൻ്റെ ശുശ്രൂഷ കഴിഞ്ഞ് നമ്മൾ പാടുന്നില്ലേ? എന്നെ മാമോദീസായിൽ ആത്മീയായുധമാണിയേച്ചാൻ വിരലിന്മേൽ മെയ്രക്തങ്ങൾ മോതിരമായൻ പേർക്കേകി.
മാമോദീസ 2 കാര്യങ്ങൾ. സാധാരണയോട് യുദ്ധം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സർവായുധം നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ഭടന്മാരുടെ കൂടുതൽ എണ്ണപ്പെട്ടത് ഞാൻ പറഞ്ഞില്ലേ. 2 വിരലിന്മേൽ മെയ്രക്തങ്ങൾ മോതിരമായിട്ട് എൻപേർ കേൾക്കി. കർത്താവിൻ്റെ ശരീരരക്തമാണ് നമുക്ക് നൽകിയ മോതിരം വിട്ട് നമ്മളെ നിർത്തിയിരിക്കുക. ഇനി നടക്കാനുള്ളത് എന്താ? കിരീടവാഴ്വ്. അതാണ് ഒന്നിച്ച് താമസിക്കാനുള്ള ആഗ്രഹം. മോതിരമിട്ട പെണ്ണിൻ്റെ ഓർമ്മയൊക്കെ എങ്ങോട്ടാണ്? കല്യാണസ്ഥലത്ത് മണവാളിൻ്റെ വീടല്ലേ. അതിനാ കർത്താവ് ബുദ്ധിയുള്ള കന്യകമാരുടെ ഉപമ പറഞ്ഞറിയാമോ? കർത്താവ് പറഞ്ഞില്ലേ, ബുദ്ധിയുള്ള കന്യകമാരുടെ ഉപമ. വിളക്കിലെണ്ണയുമായി നോക്കി നിൽക്കുകയാണ് മണവാളൻ വരാൻ, അവൻ്റെ കൂടെ പാർക്കുവാൻ. ഇപ്പം വിവാഹ നിജമോ പഴയ നിയമ പെണ്ണിനെ കളഞ്ഞ് പുതിയ നിയമത്തിൽ മറ്റൊരു മണവാട്ടിയെ കർത്താവ് കണ്ടെത്തിയതാണ് നമ്മൾ. പോട്ടെ, ഞാൻ പറഞ്ഞു വരാം. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു വരുന്നത് ഇസ്രായേൽ ജനമാണ് യേശുവിനെ സ്നേഹിച്ച, യേശു സ്നേഹിച്ച ഗ്രഹം അവിടെ വെച്ച് അവൻ അടികൊണ്ടത്. ഇനി എന്തിനാണ് യേശു അടികൊണ്ടത്? എന്തിനാണ് യേശു അടികൊണ്ടത്? പറ. വളരെ പരിമിതമായ സമയമുള്ളൂ. എന്തിനാണ് അടികൊണ്ടത്? നഷ്ടപ്പെട്ടു പോയ മനുഷ്യവർഗത്തെ വീണ്ടും ദൈവം നമുക്ക് നൽകിയ സ്വരൂപവും സാദൃശ്യവും അല്ലേ. നമുക്ക് ബൈബിൾ ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചെന്നാ? ഈ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്, സ്വരൂപവും സാദൃശ്യവും സൃഷ്ടിച്ചെന്ന് പറഞ്ഞ അർത്ഥം എന്നാ? ദൈവത്തെ പോലെ മനുഷ്യനെ എടുത്തത്. അപ്പോൾ ദൈവത്തെ കണ്ട ആരെ പോലെ ഇരിക്കും? മനുഷ്യനെ കണ്ടാൽ ആരെ പോലെ ഇരിക്കും? അപ്പം എനിക്കൊരു സംശയം, ദൈവത്തിൻ്റെ രൂപം ഏതാ? ഇംഗ്ലീഷുകാരുടെ ആണോ, ആഫ്രിക്കൻ്റെ ആണോ, ചൈനക്കാരുടെ ആണോ, ജപ്പാൻകാരുടെ ആണോ, ഇന്ത്യക്കാരുടെ ആണോ? ആകെ പ്രശ്നമല്ലേ. അപ്പോൾ ദൈവം സ്ത്രീയാണോ പുരുഷനാണോ? എല്ലാം വ്യത്യാസമല്ലേ? സ്ത്രീ പുരുഷനല്ല. നമ്മൾ ഈ സ്വരൂപം സാദൃശ്യം പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വരുന്ന രൂപത്തെക്കുറിച്ചല്ലേ. ദൈവത്തിന് രൂപമുണ്ടോ? ദൈവത്തിന് രൂപമുണ്ടോ? ദൈവത്തിന് രൂപമില്ല. രൂപമുണ്ടെങ്കിൽ പരിമിതിയാണ്. ഇപ്പോൾ കുളമട അച്ഛനൊരു രൂപമുണ്ട്, ഇത്രയും സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അത് പരിമിതിയാണ്. ദൈവത്തെക്കുറിച്ച് നമ്മളെന്താ? ഗോഡ് ഈസ് ഒമിനീഷ്യൻ, ഒമിനി പ്രസൻറ്റ്, ഒമിനി പൊട്ടൻ. ദൈവം സർവജ്ഞാനിയും സർവവ്യാപിയും സർവശക്തനുമാണ്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ദൈവം. ദൈവത്തിന് രൂപമില്ല. എന്നാൽ ദൈവം മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യരൂപം സ്വീകരിച്ചതാണ് ജീസസ് ക്രൈസ്റ്റ്. മനസ്സിലായോ? മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിന് രൂപമില്ല. രൂപം ഉണ്ടെങ്കിൽ പരിമിതി ഉണ്ട്. അപ്പോൾ സ്വരൂപം സാദൃശ്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്ന വെറും രൂപമല്ല അവിടെ ഉദ്ദേശിക്കുക. അതിനെപ്പറ്റി ദൈവശാസ്ത്രത്തിലൊക്കെ പല വിശദീകരണങ്ങളുണ്ട്. ഒരു വിശദീകരണം ഇതാണ്: മേൻ ഈസ് ദ പാർട്ട് ഓഫ് ഗോഡ് എന്നുള്ളതാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ ഭാഗമാണ്. അതാണ് സകല ചരാചരങ്ങളും ഉണ്ടാവട്ടെ എന്നുള്ള കൽപ്പനയാൽ ദൈവം സൃഷ്ടിച്ചില്ലേ. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മണ്ണുകൊണ്ട് മെനഞ്ഞുണ്ടാക്കി അവൻ്റെ മൂക്കിൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവയ്ക്കൊക്കെ ജീവൻ വന്നല്ലേ. പക്ഷെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അന്ന് പറഞ്ഞാൽ ദൈവികമായ അംശത്തെ ദൈവം മനുഷ്യനിലേക്ക് പകർന്നു. ഇതാ മനുഷ്യൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് അല്ലേ. മനുഷ്യൻ 3 ഫേസ് ആണ്: ബോഡി, മൈൻഡ് ആൻഡ് ബോഡി. ഫിസിക്കൽ, ഇൻ്റലക്ച്വൽ, സ്പിരിച്വൽ. ശാരീരികവും ബൗദ്ധികവും ആത്മീയവുമായ തലം മനുഷ്യനിലുണ്ട് അല്ലേ. നമ്മൾ പറയും ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യനിലെല്ലാം ദൈവത്തിൻ്റെ അംശം നിലനിൽക്കുന്നു. അപ്പോൾ മനുഷ്യൻ ദൈവനിത്യനായതുകൊണ്ട് ദൈവിക അംശത്തിന് നിത്യതയുണ്ടെന്ന് മനുഷ്യൻ പണ്ട് വിശ്വസിച്ചു. അതുകൊണ്ടാണ് ജ്ഞാനിയായ സലോമോൻ ദൈവിക ജ്ഞാനത്താൽ സഭാപ്രസംഗി 12:7 എഴുതി, മനുഷ്യൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ജഡം എതിരെടുത്ത് അത് പൊടിയിലേക്കും ആത്മാവ് നൽകിയവെങ്കിലേക്ക് തിരിച്ചു ഇല്ലാതെ പോയില്ല. കാരണം ദൈവം നിത്യനാണ്. മാൻ നീർത്തോടുകൾ എല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ ദൈവമേ എൻ്റെ ആത്മാവ് കാംക്ഷിക്കുകയാണ് ദൈവത്തോട് ചേരാൻ. അത് ദൈവത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ 1, 2 അതിനെപ്പറ്റി പറയുന്നത് ഫ്രീ വില്ലെന്ന് പറയും. അഥവാ പൂർണ്ണമായ സ്വാതന്ത്ര്യം. ഏതൻ തോട്ടത്തിലെ പാവം എന്തായിരുന്നു? ഏതൻ തോട്ടത്തിലെ പാവം എന്താ? ദൈവം ചെയ്തതെന്ന് പറഞ്ഞത് മനുഷ്യൻ ചെയ്തു. സർവ്വവ്യാപിയും സർവജ്ഞാനിയും സർവശക്തനുമായ ദൈവത്തിന് അറിയത്തില്ലായിരുന്നു മനുഷ്യൻ തെറ്റ് ചെയ്തു. അറിയത്തില്ലായിരുന്നു. പഴം പറിക്കുന്ന അറിയത്തില്ലായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ദൈവം അത് സൂക്ഷിക്കാതിരുന്നത്? ദൈവം സൂക്ഷിക്കാതിരുന്നിട്ട് പിന്നെ ഒന്ന് കുരിശേ കയറുക, നമ്മളെ കുരിശ് വലിപ്പിക്കുക, വല്ല കാര്യമുണ്ടോ അല്ലേ? നമ്മൾ പോയി നമ്മളൊരു വിളക്ക് കത്തിച്ച് വെക്കുന്നു, ഒരു കുഞ്ഞ പിച്ച് നടന്നാൽ വിളക്കെ പിടിക്കാൻ വന്നാൽ നമ്മളെന്ത് ചെയ്യും? വിളക്ക് മാറ്റും, അല്ലെങ്കിൽ കുഞ്ഞിനെ മാറ്റും. ഏതോടത്തിൽ അത് സംഭവിച്ചോ? അപ്പോൾ അതിന് ആരാ കാരണക്കാരൻ? ദൈവം തന്നെയല്ലേ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം അല്ലേ? ചിന്തിച്ചോ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച കുഞ്ഞായിട്ടാണ്.
ഏതൻ തോട്ടത്തിൽ പൂർണ്ണ മനുഷ്യരായിട്ട് സൃഷ്ടിച്ചു. ദൈവികമായ അംശത്തെ അവനിലേക്ക് പകർന്നു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഇത് ശരിയാണ്, ഇത് തെറ്റാണ്, അല്ലേ? പിന്നെ അവൻ എന്താ ചെയ്തത്? അവൻ്റെ അറിവോടും സമ്മതത്തോടും കൂടി തന്നെയാണ് തെറ്റിയത്. അതുകൊണ്ടാണ് വാട്ട് വാസ് ദ സിൻ ഓഫ് ഏദൻ എന്നതിന് കൊടുത്തിരിക്കുന്ന ഒരു വിശദീകരണം ഇതാണ്: ദ മിസ്യൂസ് ഓഫ് ഫ്രീഡം വാസ് ദ സിൻ ഓഫ് ഏദൻ. സ്വാതന്ത്ര്യത്തിൻ്റെ ദുർവിനിയോഗം. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ചെയ്യുന്ന എല്ലാ പാപങ്ങളും അറിഞ്ഞു നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ദുർവിനിയോഗം. ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇത് ദൈവം മനുഷ്യനും മാത്രം കൊടുത്ത സ്വാതന്ത്ര്യം ഒരു ജീവജാലങ്ങൾക്കുമില്ല. വിശ്വസിക്കാനും അവിശ്വസിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഉൾക്കൊള്ളാനും പുറന്തള്ളാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദൈവം അതിന് കോട്ടം സംഭവിപ്പിച്ചാൽ, പുറകോട്ട് പിടിച്ച് വലിച്ചാൽ, ദൈവം തന്ന സ്വരൂപത്തിന് ദൈവം കോട്ടം വരുത്തുക. ദൈവനീതി അത് അനുവദിക്കില്ല. അതുകൊണ്ടാണ് ദൈവം പുറകോട്ട് പിടിച്ച് വലിക്കാത്ത. മനസ്സിലായില്ലേ? അതുകൊണ്ട് വെളിപാട് 3:20 ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ഞാൻ ഇടിച്ചു തുറക്കത്തില്ല, നീ തുറന്നു തന്നാൽ ഞാൻ അകത്ത് വരാം, ഞാൻ നിന്നോടും നീ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അപ്പം നമുക്ക് ദൈവത്തെ വിശ്വസിക്കുവാനും അവിശ്വസിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട്. ഉൾക്കൊള്ളാനും പുറന്തള്ളാനും സ്വാതന്ത്ര്യമുണ്ട്. നന്മ ചെയ്യാനും തിന്മ ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് സ്വരൂപ സാദൃശ്യം. ഹൈന്ദവ ചിന്തയിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ട്, ഞാൻ ഒരിക്കലും വായിച്ചു ഓർക്കുന്നു. ഹൈന്ദവ ചിന്തയിൽ അവർ പറയുന്നു, ഭൂമിയുടെ സ്വരൂപം സാദൃശ്യം അവർ കൊടുക്കുന്നൊരു ഭൂമിയിലുണ്ടാകുന്ന എല്ലാ ഫലങ്ങൾക്കും ഭൂമിയുടെ ഷേപ്പാണ്. കാരണം ഭൂമിയാണ് അമ്മ. ഭൂമിയുടെ ഷേപ്പല്ല, ഉരുണ്ടതാണ്. അവർ പറഞ്ഞു ഭൂമിയിലുള്ള ഫലങ്ങളെയൊക്കെ നോക്കുക, എല്ലാം ഉരുണ്ടതാണ്. ചക്ക, മാങ്ങ, തേങ്ങ, ആത്തിക്ക, പേരയ്ക്ക, ചാമ്പയ്ക്ക, നെല്ലിക്ക എല്ലാം എങ്ങനെ ഇരിക്കും? ഉരുണ്ടതാണ്, അല്ലേ? അപ്പോൾ പിന്നെ പടവലങ്ങ, മുരിങ്ങയ്ക്ക, വെണ്ടയ്ക്ക ഉരുണ്ടതാണോ? ആണോ? ആന്നോ? നീണ്ടതാണെങ്കിലും ഉരുണ്ടതായി കയ്യിലെടുത്ത് നോക്കൂ, നീണ്ടുരുണ്ടതാണെന്ന്. വൃക്ഷങ്ങളുടെ ഷേപ്പല്ല, അതിൻ്റെ തടി എങ്ങനെയാണ് ഇരിക്കുന്നത്? നീണ്ടുരുണ്ടതാ. മനുഷ്യൻ്റെ ഷേപ്പല്ല. ഒരാൾ നന്നായിട്ട് നമ്മൾ പറഞ്ഞപ്പോഴാണ് അല്ല, എത്രമാത്രം ഉരുണ്ടോ അത് നോക്കിയിട്ട് പറഞ്ഞ ആൾ നല്ല പോലെ നന്നായി. നീ എങ്ങനെയാ വീഴുന്നത്? ആ രീതിയിൽ നിവർന്ന് വീണു നമ്മളിത് പറഞ്ഞിട്ടുണ്ടോ? അപ്പം വീഴുന്നതിന് മുമ്പ് എന്തോ ഉണ്ട്? എങ്ങനെ എഴുന്നേൽക്കുന്നത്? ഉരുണ്ട എഴുന്നേൽക്കുന്നത്. എങ്ങനെയാ ഭക്ഷണം കഴിക്കുന്നത്? ഉരുട്ടി, അല്ലേ? ഉറങ്ങുന്നതിന് മുമ്പ് 2-3 ഉരുളിച്ച എന്തായാലും പെട്ടേ കിടന്നുണ്ടല്ലേ? അപ്പം അവർ പറയുന്നു എല്ലായിടത്തും ഉരുളുമ്പോൾ കാരണം അമ്മ ഉരുണ്ടതാണ്. അമ്മയുടെ ഷേപ്പ് എല്ലാവർക്കും, അതെ, അതൊരു ചിന്ത എന്നുള്ളതുണ്ട്. പക്ഷെ നമ്മളതല്ല പറയുന്നത്, എല്ലാവരിലും ദൈവത്തിൻ്റെ സ്വരൂപവും സാധനം. നമുക്കറിയാമല്ലോ, ദൈവം സൃഷ്ടിച്ച മനുഷ്യനിൽ 3 ക്വാളിറ്റി ഉണ്ടായിരുന്നുവെന്ന് നമ്മുടെ പിതാക്കന്മാർ പറയുന്നു. ഏതൊക്കെയായിരുന്നു? രാജ്യത്വം, പൗരോഹിത്യം. കാരണം ദൈവമാണ് യഥാർത്ഥ പുരോഹിതൻ, ദൈവമാണ് യഥാർത്ഥ രാജാവ്. ആ രാജാവിൻ്റെ സ്വരൂപവും സാദൃശ്യവും നൽകിയപ്പോൾ ദൈവത്തിലെ രാജ്യത്വവും പൗരോഹിത്യവും പ്രവാചകത്വവും ഒക്കെ മനുഷ്യരിലുണ്ടായിരുന്നു. അവൻ്റെ രാജ്യത്തിൻ്റെ അടയാളമായിരുന്നു സകല ജീവജാലങ്ങളും പേരിട്ട് കിട്ടാൻ അവൻ്റെ മുമ്പിൽ വന്ന് നിന്നെന്നും അവൻ ഇട്ടതൊക്കെ അവയ്ക്ക് പേരായി മാറിയെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും കിരീടമായി ദൈവം അവനെ വാഴിച്ചതാണ്. 2, അവൻ്റെ പൗരോഹിത്യത്തിൻ്റെ ലക്ഷണം എന്തായിരുന്നു? അവൻ സദാസമയം ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. ദൈവസാമീപ്യം അവൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. ദൈവത്തെ ആരാധിക്കാൻ അവൻ തത്രപ്പെട്ടു. അവൻ്റെ പ്രവാചകത്വം സ്ത്രീയെ കണ്ടപ്പോഴും പറഞ്ഞില്ലേ, ദിസ് അല്ലാസ്റ്റ് ഇസ് മൈ ബോൺ ഓഫ് ബൈ ബോൺ, അല്ലേ? ഇതെൻ്റെ അസ്ഥിയാണ്. അവൻ പ്രവചിച്ചു. എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ പാപം ചെയ്തപ്പോൾ എന്തോ സംഭവിച്ചു? ഇതെല്ലാം 3 പോയി. 3 നഷ്ടപ്പെട്ടപ്പോൾ കർത്താവ് വന്നത് ഇത് 3 തിരിച്ചു തരാനാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഇത് 3 ഉണ്ടായിരുന്നു. ഇത് കിഴക്കൂന്നുമെന്ന വിദ്വാൻമാർ ദൈവിക ജ്ഞാനത്താൽ തിരിച്ചറിഞ്ഞ് 3 കാര്യങ്ങൾ കാഴ്ചവെച്ചില്ലേ? എന്തൊക്കെയാ? പൊന്ന്, എന്താ? പൊന്ന് അവൻ്റെ രാജ്യത്വത്തെയും, മൂരവൻ്റെ മനുഷ്യത്വത്തെയും, കുന്തിരിക്ക അവൻ്റെ പൗരോഹിത്യത്തെയും സൂചിപ്പിക്കുന്നുവെന്ന് സുറിയാനി സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുക. ഈ 3 കർത്താവിനെ കൊണ്ട് കർത്താവ് വന്നത് ഇത് 3 നമുക്ക് തിരിച്ചു തരാനാണ്. ഇതെവിടാ നമുക്ക് ഈ 3 നമുക്ക് തിരിച്ച് ലഭിക്കുന്ന എവിടാ? മാമോദീസായിൽ ക്രിസ്തുവിനോട് ചേരുമ്പോൾ രാജ്യത്വവും പൗരോഹിത്യവും പ്രവാചകത്വവും നമുക്ക് തിരിച്ച് ലഭിക്കുകയാണ്. മനസ്സിലായോ? 1 പത്രോസ് 2:9 പത്രോസിയ പറഞ്ഞത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത രാജകീയ
പുരോഹിത വർഗമെന്ന് പറഞ്ഞ അതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾക്കറിയാമല്ലോ, തീക്കട്ട കരിക്കട്ടയായ അവസ്ഥയിലേക്ക് പോയി. തീക്കട്ട കരിക്കട്ടയായാൽ കരിക്കട്ടയെ പിന്നെ തീക്കട്ടയാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വെള്ളത്തിൽ കഴിയാൻ മതിയോ? എന്ത് ചെയ്യണം? ഒരഗ്നിയോട് ചേർത്ത് വെക്കണം. അതിന് സ്വർഗത്തിൽ നിന്നൊരു അഗ്നി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. മനസ്സിലായില്ലേ? അത് നമ്മൾ പാടുന്നില്ലേ? നിർമ്മലസു നുവിനയച്ചോനാം ആതാതൻ സ്തുത്യൻ ശുദ്ധൻ നിർമ്മലമാ ഉദരത്തിങ്കൽ താൻ ഇറങ്ങി വസിച്ചു എന്തിന്? അവനോട് തുല്യർ നാമാവാൻ നമ്മെ പോലെ അവനായി നമ്മെ തന്നെ വിശുദ്ധരാക്കി റൂഹായോട് ബന്ധിച്ചിടാൻ. അവനോട് തുല്യർ നാമാവാൻ നമ്മെ പോലെ അവനായി എന്നുള്ളതാണ്. പ്രിയമുള്ളവർ, കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം എന്തെന്നുള്ളത് ഈ കഴിഞ്ഞ ഓശാന ഞായറാഴ്ച വായിച്ച സുവിശേഷ വാക്യങ്ങൾ വായിച്ചു. കർത്താവ് വാഹനമേറുവാൻ തിരഞ്ഞെടുത്തത് ഏതിനെയാണ്? കഴുതക്കുട്ടിയാണ്. അത് കെട്ടപ്പെട്ട കഴുതക്കുട്ടിയാണ്. സാധാരണ രാജാക്കന്മാർ വാഹനമേറുവാൻ തിരഞ്ഞെടുക്കുന്നത് കുതിരകളെയാണ്. ശക്തിയുടെ പ്രതീകം അതാണ്. ആഠ്യത്വത്തിൻ്റെ അല്ലേ ഒക്കെ അംഗീകാരത്തിൻ്റെ പ്രതീകമായിട്ടുള്ളത് കഴുത അശുദ്ധ മൃഗങ്ങളിൽപ്പെട്ടതാണ്. കർത്താവ് വാഹനമേറുവാൻ എന്തുകൊണ്ട് കഴുതയെ സ്വീകരിച്ചു? പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 13-ാം വാക്യം വായിക്കണം. നിങ്ങൾ ഈ വാക്യം ഒരിക്കലും മറന്നു പോകല്ലേ. പുറപ്പാട് പുസ്തകം 13:13. യേശുവിൻ്റെ രക്ഷാകരമായ പ്രവർത്തനങ്ങളുടെ ഒക്കെ സൂചന അവിടെ കൊടുത്തിട്ടുണ്ട്. വായിക്കാമോ? പുറപ്പാട് 13:13. എന്നാൽ കഴുതയുടെ കടിഞ്ഞൂലിനെയൊക്കെയും ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളണം. അതിനെ വീണ്ടുകൊള്ളുന്നില്ല എങ്കിൽ കഴുത്തൊടിച്ച് അതിനെ കൊന്നുകളയും. കഴുതയുടെ കടിഞ്ഞൂലിനെ ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളണം. അങ്ങനെ വീണ്ടുകൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ കഴുത്ത് ഒടിച്ച് അതിനെ കൊന്നുകളയണം. പഴയ നിയമത്തിലെ യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, എല്ലാത്തിൻ്റെയും ആദ്യ ഫലം ആർക്കുള്ളതാണ്? യഹോവയ്ക്കുള്ളത്. കൃഷി വകയാണ് ആദ്യ ഫലം. മൃഗങ്ങളും മനുഷ്യനുമാണെങ്കിൽ കടിഞ്ഞൂല് ആദ്യം ഉണ്ടാകുന്നത് യഹോവയ്ക്ക്. അപ്പോഴാണ് അതിൻ്റെ അനന്തരമായി വരുന്നതൊക്കെ അനുഗ്രഹമായിട്ട് തീരുക. ഏതാണ് നല്ലത്? ആദ്യമുണ്ടാകുന്നതാണോ പിന്നുണ്ടാകുന്നതാണോ നല്ലത്? ഒരു പേര കുഴിച്ചു വെച്ചാൽ ആദ്യമുണ്ടാകുന്ന പേരയ്ക്കായി കാണുമോ ടേസ്റ്റ്? പേരയുടെ തടി മൂത്തതിന് ശേഷം ഉണ്ടാകുന്ന പേരയ്ക്കായി കാണുമോ ടേസ്റ്റ്? എന്തോ കിട്ടിയാലും എല്ലാം കഴിക്കും. നമ്മൾ ടേസ്റ്റൊന്നും കണ്ടില്ല. മാവ് കുഴിച്ചു വെച്ചാൽ ആദ്യമുണ്ടാകുന്ന മാങ്ങയ്ക്കാണോ ടേസ്റ്റ്? അത് തടി മൂത്ത ശേഷം ഉണ്ടാകുന്ന മാങ്ങയ്ക്കാണോ ടേസ്റ്റ്? പ്ലാവ് കുഴിച്ചു വെച്ചാൽ ഏത് ചക്കയ്ക്കായിട്ട് ടേസ്റ്റ്? ആദ്യം ഉണ്ടാകുന്ന ചക്കയ്ക്കാണോ തടി മൂത്തിട്ടാണോ? പിള്ളേരുണ്ടായാൽ ആരാ മുടുക്കൻ? ആദ്യത്തേതോ പിന്നത്തേതോ? ആദ്യത്തേലെ നമ്മൾ പറയുന്നത് എന്താ? കടിഞ്ഞു പോകണം അല്ലേ? അതിന് മുടുക്കന. പിന്നെ അപ്പോൾ എന്താ? ആദ്യത്തേതൊക്കെ ദൈവത്തിന് കൊടുക്കാൻ പറഞ്ഞാൽ പോട്ടൊക്കെ ദൈവത്തിന് കൊടുക്കാമെന്നാണ്. അല്ല, എന്ന് പറഞ്ഞാൽ പ്രഥമ സ്ഥാനമെന്നാണ് ഉദ്ദേശിക്കുക. മനസ്സിലായില്ല? അപ്പം മനുഷ്യനെ കൊടുക്കുന്നതിന് പകരം ഒരു ക്രമീകരണം ചെയ്തു. സംഖ്യാപുസ്തകത്തിൽ അതിൻ്റെ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ 3:11 മുതൽ 12. ഇതാണ് കടിഞ്ഞൂലിന് പകരം ഞാൻ ലേവ്യ ഗോത്രത്തെ മുഴുവൻ കടിഞ്ഞൂലായി സ്വീകരിച്ചു. അതുകൊണ്ട് മനുഷ്യൻ്റെ കുഞ്ഞുണ്ടായാൽ അതൊരു യാഗമായി അർപ്പിക്കണം. അതുകൊണ്ട് കടിഞ്ഞൂലായിൽ ഇസ്രായേൽ ഗോത്രത്തിൽ നിന്ന് ഒരു ഗോത്രത്തെ ആദ്യഫലമായി ദൈവം സ്വീകരിച്ചു. അതായത് പുരോഹിത ഗോത്രമായ ലേവ്യ ഗോത്രം. ബാക്കി എല്ലാത്തിൻ്റെയും കടിഞ്ഞൂലിനെ കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത് കഴുതയ്ക്ക് കുട്ടിയുണ്ടായാൽ അതിന് പകരം ഒരാട്ടിൻകുട്ടിയെ കൊണ്ട് അതിനെ വീണ്ടുകൊള്ളണം. ഇല്ല കഴുതക്കുട്ടിയുടെ കഴുത്തൊടിക്കണം. കാരണം കഴുത അശുദ്ധ മൃഗമാണ്, അതിനെ കൊണ്ടുവരാൻ പറ്റില്ല. ശുദ്ധമൃഗവും അശുദ്ധമൃഗവും, ശുദ്ധപക്ഷിയും അശുദ്ധപക്ഷിയും, ശുദ്ധ മത്സ്യവും അശുദ്ധ മത്സ്യവും ഒക്കെ സാഹചര്യത്തിന് പഴയ ദൈവം വേർതിരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴുതയ്ക്ക് പകരം ഒരു ചാൻസ് ചെയ്യണം, ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവിടണം. ആ ആട്ടിൻകുട്ടിയാണ് ആരെ? ആരാ ആട്ടിൻകുട്ടി?
കർത്താവായ. ഇവിടെ എന്താ നമ്മൾ വായിച്ച കെട്ടപ്പെട്ട കഴുത, അതിനുടമസ്ഥനുണ്ട്. പാപത്താൽ ബന്ധനസ്ഥനായ മനുഷ്യൻ, ആദാമ്യ പാപനിമിത്തം ദൈവസാമീപ്യം നഷ്ടപ്പെട്ട് പിശാചിന് അടിമയായി തീർന്ന, പിശാചിൻ്റെ അധീശത്തിൽ പോയ മനുഷ്യവർഗത്തെയാണ് കെട്ടപ്പെട്ട കഴുത സൂചിപ്പിക്കുന്നത്. യേശു പറഞ്ഞു, നിങ്ങൾ ചെല്ലണം, കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, നിങ്ങൾ അതിനെ അഴിക്കണം. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ പറയും, എന്തിനാണ് എൻ്റെ കഴുതയെ അഴിക്കുന്നത്? അതിനുടമസ്ഥനുണ്ട് പിശാച്. അപ്പം നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങളുടെ കർത്താവിന് ഇതിനെ ആവശ്യമുണ്ട്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും പാപം ചെയ്ത് കഴുതയ്ക്ക് സമമായി ദൈവത്തിന് മാറ്റപ്പെട്ടപ്പോൾ നമ്മുടെ കഴുത്തൊടിക്കപ്പെടാതിരിക്കേണ്ടതിന് ഒരു കുഞ്ഞാട് യാഗമായി തീരേണ്ടി വന്നു. അതിനെ പിതാവായ ദൈവം സ്വർഗത്തിനയച്ച കുഞ്ഞാടാണ് യേശു. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ യേശു നടന്നു പോകുന്നത് കണ്ടപ്പോൾ വിളിച്ചു പറഞ്ഞ യോഹന്നാൻ്റെ സുവിശേഷം 1:29, ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് വിളിച്ചു പറഞ്ഞത് അതുകൊണ്ടാണ്. ഇനി യേശുദാസത്തിന് മുമ്പായിട്ട് അതുപോലെ തന്നെ മറ്റ് അനേക സൂചനകൾ യേശുവിൻ്റെ ഈ പീഡാനുഭവവുമായി ബന്ധപ്പെട്ട് പഴയ നിയമത്തിലുണ്ട്. മറ്റൊന്ന് ആയിരുന്നു ഇസഹാക്കിൻ്റെ ബലി. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ പോലും വായിക്കേണ്ട നമുക്ക് സംഭവം അറിയാമല്ലോ. ഇസഹാക്കും യേശുക്രിസ്തുവിൻ്റെ പഴയ നിയമത്തിലെ നിഴലായിട്ടാണ് ഇസഹാക്കിനെ കാണുക. രണ്ടുപേരുടെയും ജനനം അത്ഭുതമാണ്. യേശുവിൻ്റെ ജനനവും ഇസഹാക്കിൻ്റെ ജനനവും അത്ഭുതമാണ്. അബ്രഹാമിന് 99 വയസ്സും സാറായിക്കുന്നല്ലേ 96 വയസ്സുമായപ്പോൾ വാർദ്ധക്യത്തിൽ ജനിച്ച മകനാണ് ഇസഹാക്ക്. യേശുവിൻ്റെ ജനനവും അത്ഭുതമാണ്. പുരുഷനെ കൂടാതെ സ്ത്രീയിൽ നിന്ന് മാത്രം ശരീരം സ്വീകരിച്ച് ജനിക്കുക എന്നുള്ളത് അത്ഭുതമാണ്. രണ്ടുപേരുടെയും ജനനം അത്ഭുതമാണ്. ഭാരമേറിയ വിറക് കൊട്ടും തോളിലേന്തി മോറിയാമലയിലേക്ക് നടന്നു കയറുന്നവനായ ഇസഹാക്ക് ഭാരമേറിയ കുരിശും തോളിലേന്തി ഗോകുൽത്തായിലേക്ക് നടന്നു കയറിയ യേശുവിൻ്റെ നിഴലാണ്. ഇസഹാക്കിനെ തോളിൽ വിറകുകെട്ടുമായി താഴ്വരയിൽ ചെന്നിട്ട് അബ്രഹാം ഇസഹാക്കിനെ തന്നെയാണ് മലമുകളിൽ കൊണ്ടുപോയത്. കൂടെ വന്ന് ആരെയും കൊണ്ടുപോയില്ല. നമ്മുടെ കർത്താവും ശിഷ്യന്മാരെ മാറ്റി നിർത്തിയിട്ട് ഗെത്സമനായിൽ ഒറ്റയ്ക്ക് പോയി പ്രാർത്ഥിച്ചു. ഇസഹാക്ക് ആഗ്രഹിച്ചിട്ടുണ്ട്, ദൈവമേ ഈ യാഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെങ്കിൽ. നമ്മുടെ കർത്താവും ആഗ്രഹിച്ചു, പിതാവേ കഴിയുമെങ്കിൽ പാനപാത്രം നീങ്ങണം. പക്ഷേ ഇസഹാക്ക് കുതറി ഓടിയില്ല. യേശു കുരിശ് ഒഴിവാക്കിയില്ല. എങ്കിലും പിതാവേ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമെന്ന് നിറവേറട്ടെ. ഇസഹാക്കിന് പകരം ഒരു കുഞ്ഞാട് അവിടെ യാഗമായി തീർന്നു. ആ കുഞ്ഞാട് ഒരു മരത്തിൽ കുരുങ്ങിക്കിടന്നു. ആ കുഞ്ഞാട് ക്രിസ്തുവും ആ കുരുങ്ങിക്കിടന്ന മരം കർത്താവിൻ്റെ ക്രൂശുമാണെന്ന് നമ്മൾ പുസ്തകവാദി പാടുന്നു. കുരിശിപ്പാനായി സുതനെ സഖിയോൻ നാട്ടിമരത്തെ കുഞ്ഞാടതിനെ ജനിപ്പിച്ചൊരു മരം. എവിടെ പുത്രൻ കൈകളിലാണിതറയ്ക്കപ്പെട്ടു ഇസഹാക്കിൻ്റെ. അപ്പം ഇസഹാക്കിൻ്റെ യാഗം യേശുവിൻ്റെ കാൽവറി യാഗത്തിൻ്റെ നിഴൽ. അതുപോലെയാണ് ഹോറേബിൽ തകർക്കപ്പെട്ട പാറ. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവയായ ദൈവം മോശയോട് പറയുന്നു, നീ ഹോറേബിൽ പാറയുടെ അടുത്ത് നിൽക്കണം വടിയുമായി. ഞാൻ പറയുമ്പോൾ നീ പാറയെ അടിക്കണം. ആ പാറയടിച്ചു, വെള്ളം പൊട്ടി പുറപ്പെട്ടു. ഇതെന്തിൻ്റെ നിഴലായിരുന്നു? ആ പാറ ആരായിരുന്നു? നമ്മൾ മുമ്പ് വായിച്ചത് ക്രിസ്തുവായിരുന്നു അല്ലേ? മുമ്പ് വായിച്ച 1:10 നമ്മൾ വായിച്ചില്ല. ആ പാറ ക്രിസ്തുവായിരുന്നു. അതാണ് യേശുവിൻ്റെ ചവളത്താൽ കുത്തി തുറക്കപ്പെട്ട അവൻ്റെ തിരുവിലാവിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 7:37-38 വാക്യങ്ങളിൽ പെരുന്നാളിൻ്റെ ദിവസം യേശു തമ്പുരാൻ യെരൂശലേം ദേവാലയത്തിൻ്റെ മുറ്റത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്ന ഏവരുമേ വന്ന് കുടിക്കുവിൻ. യേശുവിടെ നാരങ്ങാവെള്ള കച്ചവടമായിരുന്നു പെരുന്നാളിൻ്റെ ദിവസം. കൂൾ ഡ്രിങ്ക്സ് ദാഹിക്കുന്ന എല്ലാവരും ഇങ്ങോട്ട് പോകട്ടെ, ദാഹിക്കുന്ന ഏവരുമേ എൻ്റെ അടുത്ത് വന്ന് കുടിക്കുവിൻ. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദി ഒഴുകും. ഒരുവൻ്റെ ദാഹം തീർക്കാൻ എത്ര ഗ്ലാസ് വെള്ളം വേണം? 2 3 മാക്സിമം 5 അല്ലേ? പക്ഷെ എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരുവൻ ക്രിസ്തുവിൽ നിന്ന് അവൻ ദാഹം തീർത്താൽ
ഒരു നദി ഒഴുകിയാൽ എത്ര പേര് കുടിക്കും? ചിന്തിച്ചോ? ദേശം മുഴുവൻ കുടിക്കും, ഭൂമി കുടിക്കും, പക്ഷിമൃഗാദികൾ കുടിക്കും, സസ്യലതാതി. ഒരൊറ്റ ആൾ ക്രിസ്തുവിൽ നിന്ന് രക്ഷപ്പെട്ടാൽ, ക്രിസ്തുവിൽ ആയിത്തീർന്നാൽ അവൻ മുഖാന്തരം ദേശം മുഴുവൻ രക്ഷപ്പെടും. അതാണ് എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദി ഒഴുകും എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ്. അപ്പോൾ മറ്റൊരു ദൃഷ്ടാന്തമായിരുന്നു ഹോരേബിൽ തകർക്കപ്പെട്ട പാറ. 3 പിത്തള സർപ്പം. സംഖ്യാപുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 9 വാക്യങ്ങളാണ് വായിക്കേണ്ട. സമയം പോകുന്നതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ കർത്താവ് പറഞ്ഞു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടതാകുന്നു. യേശുവിൻ്റെ ക്രൂശീകരണവുമായിട്ട് നിഴലായിട്ടാണ് പഴയ നിയമത്തിൽ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതെന്ന് യേശു തമ്പുരാൻ തന്നെ പറയുകയാണ്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ എന്തിനാ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തേണ്ടി വന്നത്? എന്തുകൊണ്ടാണ്? ഇസ്രായേലിൻ്റെ മരുഭൂമി യാത്രയിൽ സീൻ മരുഭൂമിയിലെത്തി. അവർ അപ്പവും വെള്ളവുമില്ലാതെ വന്നപ്പോൾ മോശയ്ക്കും യഹോവയ്ക്കും അവർ മോശയ്ക്കെതിരായിട്ട് പുറപ്പെടുത്തു. മോശയ്ക്കെതിരായിട്ട് എന്തിനാണ് ഞങ്ങളെ കൊണ്ടുവന്ന് മരുഭൂമിയിൽ കൊല്ലാൻ കൊണ്ടുവന്നാണോ? എബ്രായ ഭാഷയിൽ നല്ല തെറി പറഞ്ഞിട്ടുണ്ടാവും. മോശ അതെല്ലാം കേട്ടു. മോശ ഒരുപാട് വിഷമിച്ചു. അപ്പോൾ യഹോവയായ ദൈവം മോശയോടുള്ള എതിർപ്പ് യഹോവയോടുള്ള എതിർപ്പായി കണ്ടു. കാരണം മോശയെ നിയമിച്ചാക്കിയതായ യഹോവയായ ദൈവമാണ്. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ജനത്തിന് മേൽ അഗ്നിസർപ്പത്തെ അയച്ചു. അഗ്നിസർപ്പം ജനത്തെ കടിച്ചു, ജനം മരിച്ചു വീണു. അപ്പം ജനം മോശയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. മുമ്പ് ചീത്ത പറഞ്ഞിട്ട് പോയവരാ. മോശയോട് വന്ന് പറഞ്ഞു, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളെ അച്ഛന്മാരെ ചീത്ത പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേദന വരുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അച്ഛന്മാരെന്താ പറയും? എന്താ പറയാൻ? എന്നെ പറഞ്ഞപ്പോൾ ഓർക്കണമായിരുന്നു, അനുഭവിക്കട്ടെന്ന് പറയല്ലേ. എന്നെ പറഞ്ഞപ്പോൾ ഓർക്കണമായിരുന്നു, നീ കൈവയ്ക്കാൻ പറഞ്ഞേക്കും. പക്ഷെ മോശ പറഞ്ഞോ? ഇല്ല. നമ്മൾ വായിക്കുന്നു, മോശ കണ്ണുനീരോടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവയായ ദൈവം ഒരു പരിഹാരം കൊടുത്ത് എന്താ പറഞ്ഞേ? പാളയ മധ്യത്തിൽ പിത്തള സർപ്പത്തെ വെറുക്കുക. എന്തുകൊണ്ടാണ് പിത്തള സർപ്പത്തെ വെറുക്കാൻ പറഞ്ഞത്? കടിക്കുന്നത് അഗ്നിസർപ്പം. ദൈവത്തിൻ്റെ ഒറ്റ വാക്ക് പറഞ്ഞാൽ പോരായിരുന്നു, പാമ്പൊക്കെ നീങ്ങിപ്പോട്ടെ. മനസ്സിൽ നിരൂപിച്ചാൽ മതിയായിരുന്നല്ലോ. അല്ല, നാളെ മുതൽ അഗ്നിസർപ്പം ജനത്തെ കടിക്കണ്ടെന്ന് ദൈവം മനസ്സിൽ നിരൂപിക്കുകയോ പറയുകയോ ചെയ്തിരുന്ന കടിക്കുമായിരുന്നു. ദൈവം എന്തുകൊണ്ടാണ് അഗ്നിസർപ്പത്തെ നീക്കിക്കളയാതെ പിത്തള സർപ്പത്തെ കുറിച്ചത്? എന്തുകൊണ്ടാണ്? അഗ്നിസർപ്പം കടിച്ചുകൊണ്ടിരിക്കും. പിത്തള സർപ്പത്തെ വിശ്വാസത്തോടെ നോക്കുന്നവൻ രക്ഷ പ്രാപിക്കും. നോക്കാനും നോക്കാതിരിക്കാനുള്ള അവകാശം ആരുടേതാണ്? കടി കൊള്ളുന്നവന്. മുമ്പ് ഞാൻ പറഞ്ഞ ഫ്രീവിൽ ഓർത്തോണം. മനസ്സിലായോ? ഉൾക്കൊള്ളാനും പുറന്തള്ളാനും വിശ്വസിക്കാനും അവിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം സ്വരൂപസം പറഞ്ഞില്ലേ? അതാ കാര്യം. ദൈവം അഗ്നിസർപ്പത്തെ നീക്കിക്കളഞ്ഞില്ല. അഗ്നിസർപ്പത്തെ നിലനിർത്തിക്കൊണ്ട് പിത്തള സർപ്പത്തെ ഉയർത്തി കാണിച്ചു. വിശ്വാസത്തോടെ നോക്കുന്നവൻ രക്ഷപ്പെടും, നോക്കാത്തവനെ. പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്, ദൈവം നോക്കിയത് ഈ പിശാചിനെയൊക്കെ അങ്ങ് ഓടിച്ച് കളയത്തില്ലേ? ഈ പിശാചിനെ ദൈവം നിർത്തിക്കുന്നില്ല അല്ലേ? നമ്മൾ പലരും ചോദിക്കുന്ന ചോദ്യമാണ്. ദൈവം രണ്ടും നിലനിർത്തുകയാണ്. നമ്മുടെ സ്വാതന്ത്ര്യമാണ് നോക്കാനും നോക്കാതിരിക്കാനുമുള്ള അവകാശം. എന്തുകൊണ്ടാണ് ദൈവം ഇത് ചെയ്തതിൻ്റെ സൂചന എന്താണെന്നറിയുമോ? മനുഷ്യ ശരീരത്തിലാണ് പാപം ചെയ്തതെങ്കിൽ ദൈവം അതിന് പരിഹാരം കാണുന്നത് മനുഷ്യ ശരീരം ധരിച്ച് തന്നെയാണ്. ദൈവത്തിനൊരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, ആദാമിന്റെ പാപം മുഴുവൻ അങ്ങ് നീങ്ങിപ്പോട്ടെ എന്ന് കർത്താവ് പറയാറുണ്ടല്ലേ? അങ്ങനെ പറഞ്ഞോ? ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മനുഷ്യ ശരീരത്തിലാണ് പാപം ചെയ്തതെങ്കിൽ ദൈവം അതിന് പരിഹാരം കാണുന്നത് അതേ മനുഷ്യ ശരീരം സ്വീകരിച്ചു. അതാണ് ദൈവം പരിമിതപ്പെട്ട് മനുഷ്യ ശരീരം സ്വീകരിച്ചത്. പലരും നമ്മളോട് ചോദിക്കാറില്ലേ, നിങ്ങൾ എന്തിനാ ക്രൂശിനെ ആദരിക്കുന്നത്? തടിക്കുരിശ് നിങ്ങൾ എന്തിനു കഴുത്തി കെട്ടിക്കൊള്ളു, അതിലെന്ത് നിങ്ങൾ ആദരിക്കുന്നു? പലരും ചോദിച്ചുകൊണ്ട്, യേശുവിനെ കത്തി കൊണ്ട് കുത്തിക്കൊന്നിരുന്നെങ്കിൽ ആ കത്തിയെ നിങ്ങൾ ആദരിക്കുമായിരുന്നു, അതിൻ്റെ രൂപം കഴുത്തെ കെട്ടിക്കൊണ്ട് നടക്കാമായിരുന്നു. യേശു കട്ടിലിൽ കിടന്നാ മരിച്ചെങ്കിൽ കട്ടിലിൻ്റെ രൂപം കഴുത്തെ കെട്ടിക്കൊണ്ട് നടക്കുമോ? അല്ലേ? പ്രിയമുള്ളവരെ, യേശുവിന് മരത്തിൽ മാത്രമേ മരിക്കാൻ പറ്റുമോ? മനുഷ്യൻ പാപം ചെയ്തത് വൃക്ഷഫലം ഭക്ഷിച്ചാണെങ്കിൽ
ദൈവം അതിന് പരിഹാരം കാണുന്നത് വൃക്ഷത്തിലാണ്. മനുഷ്യ ശരീരത്തിലാണ് പാപം ചെയ്തതെങ്കിൽ പരിഹാരം മനുഷ്യ ശരീരം സ്വീകരിച്ചാണെങ്കിൽ, വൃക്ഷഫലം തിന്നാണ് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുന്നതെങ്കിൽ ദൈവം അതിന് പരിഹാരം കാണുന്നത് വൃക്ഷത്തിൽ തന്നെയാണ്. യേശുവിന് കുരിശിൽ മാത്രമേ മരിക്കാൻ പറ്റൂ. നമ്മുടെ കെന്താ നമസ്കാരത്തിൽ സന്ധ്യാപ്രാർത്ഥനയിൽ ഇങ്ങനെയൊരു പാട്ടുണ്ട്: നാഥൻ മൃതരിടയിലുറപ്പിച്ചാദത്തെ ഖേദിക്കേണ്ട നിൻ പാപത്തെയോർത്തിനിയും. 1 പത്രോസ് 3:18 വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് ക്രൂശിൽ മരിച്ച ശേഷം പാതാളത്തിൽ പോയി മരിച്ചവരോട് ആദം മുതലുള്ള എല്ലാവരോടും അവർ കർത്താവിനെ കാണാൻ അവസരം കിട്ടിയില്ല, കേൾക്കാൻ അവർക്ക് അവസരം കിട്ടാനാണ്. എന്നിട്ട് അവനെ ആ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചിട്ട് കർത്താവ് പറയുന്നതായി പിതാക്കന്മാർ വ്യാഖ്യാനിക്കുകയാണ്: നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ, ഏതൻ കനി നീ തിന്നതിനാൽ കയ്പും കുടിച്ച് ഞാൻ, നഗ്നതയാൽ നീലകൾ ചാർത്തി നഗ്നതയോടെന്നെ അവർ തൂക്കി, ഞാൻ ചിന്തിയ രക്തത്താൽ പോയി കോപം താതൻ്റെ. മനസ്സിലായില്ലേ? അപ്പോൾ കർത്താവ് മനുഷ്യ ശരീരത്തിലാണ് പാപം ചെയ്തെങ്കിൽ ആ ശരീരം സ്വീകരിച്ചാണ് കർത്താവ് പരിഹാരം കണ്ടത്. അതുകൊണ്ടാണ് പിത്തളസർപ്പം കടിച്ചാണ് മനുഷ്യൻ മരിക്കുന്നതെങ്കിൽ അതിൻ്റെ രൂപം തന്നെ ഉയർത്തിക്കൊടുത്ത് അതുകൊണ്ട് തന്നെയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അത് നമ്മൾ കാര്യം മനസ്സിലാക്കുക. ഇനി നമ്മൾ ഈ പഴയ നിയമത്തിൽ യേശു തമ്പുരാൻ ഏറ്റ മുറിവിനെ കുറിച്ച്, എന്തിനാ മുറിവേറ്റ് നമ്മൾ കണ്ടു? നമ്മളെ വീണ്ടും നഷ്ടപ്പെട്ടു പോയ സ്വരൂപവും സാദൃശ്യവും നമുക്ക് തിരിച്ചറിയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ പ്രവാചകൻ പറഞ്ഞത്, അവൻ പറയും, നിന്റെ കൈകളിലെ മുറിവുകൾ എന്തെന്ന് ചോദിച്ചതിന് എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് അടി കൊണ്ടതാകുന്നുവെന്ന് പറയും. ഇന്ന് ആരാണ് യേശുവിനെ സ്നേഹിക്കുന്നത്? ഏതാണ് യേശുവിൻ്റെ ഗ്രഹം? എവിടെ വെച്ചാണ് ക്രിസ്തുവിന് അടി കൊള്ളുന്നത്? ഇതാ നമ്മൾ ഇനി ചിന്തിക്കാം. പഴയ നിയമത്തിൽ യഹൂദന്മാർ ഒരു പ്രാവശ്യം യേശുവിനെ ക്രൂശിച്ചു. അത് അവരുടെ അറിവില്ലായ്മയിൽ നിന്ന് ക്രൂശിച്ചതാണെന്ന് കർത്താവിന് ബോധ്യമായതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? ക്രൂശിന്മേൽ കിടന്ന് പ്രാർത്ഥിച്ചു: പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്ന് അറിയായികയാൽ. യേശു ആരാണെന്ന് അവർ യഥാർത്ഥമായി അറിഞ്ഞിരുന്നെങ്കിൽ കർത്താവിനെ ക്രൂശിക്കത്തില്ലായിരുന്നു എന്ന് കർത്താവിന് ബോധ്യമായി. അതുകൊണ്ട് കർത്താവിന് എപ്പോഴാണ് തോന്നിയത്? ക്രൂശിന്മേൽ ഉയർത്തപ്പെട്ടപ്പോഴാണ്, താഴെ നിന്നപ്പോഴല്ല. നമ്മളും ആയിരിക്കുന്ന തലങ്ങളിൽ നിന്ന് ഉയർന്നു നിന്ന് ശത്രുവിനെ നോക്കണം. അപ്പോൾ മാത്രമേ അവൻ്റെ ബലഹീനതയിൽ അച്ഛനെന്ന് മനസ്സിലാകത്തുള്ളൂ. ക്രൂശിൽ കിടന്നപ്പോഴാണ് കർത്താവിന് ഇത് ബോധ്യമായത്. ഇവരുടെ കുഴപ്പമല്ല, അറിവില്ലായ്മ. നമ്മൾ പലപ്പോഴും ശത്രുവിനെ വിളിക്കുന്ന ആരാണ്? സത്യത്തിൻ്റെ മറുവശം വിളിച്ചു പറയുന്നവനെ നമ്മൾ ശത്രുവായി കാണുന്നത്. അത് നിങ്ങൾക്കറിയാമോ? സത്യത്തിൻ്റെ മറുവശം വിളിച്ചു പറയുന്നവരെ നമ്മൾ ശത്രുവായി കാണുന്നു. വാസ്തവത്തിൽ അവനാ മിത്രം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ശത്രുവിനെ സ്നേഹിക്കുക, ഉപദ്രവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ഉദാഹരണം പറയാം. ഞാനിപ്പം പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നിൽക്കുക, നിങ്ങളൊക്കെ കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കുക. ഞാൻ കാണുന്ന ആ തിരുവമ്മുണ്ടൂർ പള്ളിയും നിങ്ങൾ കാണുന്ന പള്ളിയും രണ്ടാണ്. ഞാൻ കാണുമ്പോൾ നിങ്ങളെല്ലാം ബെഞ്ചിലിരിക്കുന്നു, ഇവിടെ ഒരു വിളക്കുണ്ട്, പടിഞ്ഞാറ് ഭാഗത്ത് വാതിലുണ്ട്, ബാൽക്കണി. ഞാൻ കാണുന്ന പള്ളി ഇതാണ്, നിങ്ങൾ കാണുന്ന പള്ളി ഏതാണ്? നിങ്ങൾ കാണുമ്പോൾ അച്ഛൻ പ്രസംഗിക്കുന്നു, ഇവിടെ മദ്ബഹ ഉണ്ട്, അത് ത്രോണോസ് ഉണ്ട്. നിങ്ങൾ ഇതിൽ ഏതാ തിരുവമ്മുണ്ടൂർ പള്ളി? ഞാൻ കണ്ടതാണോ നിങ്ങൾ കണ്ടതാണോ? പറ, ഏതാ? ഇതാ നമ്മൾ തമ്മിലുള്ള വഴക്ക്. മനസ്സിലായോ? ഞാൻ പടിഞ്ഞാറോട്ട് മാത്രം നോക്കി നിൽക്കുന്നു, നിങ്ങൾ കിഴക്കോട്ട് മാത്രം നോക്കി നിൽക്കുന്നു. എന്നിട്ട് ഞാൻ പറയുന്നത് ശരിയെന്ന് ഞാൻ പറയുന്നു, നിങ്ങൾ പറയുന്നത് ശരിയെന്ന്. ഇതാ ഇപ്പം സഭയിലെ വഴക്ക്. മനസ്സിലായോ? ഞാൻ കാണാത്ത ഭാഗം കൂടി ഉണ്ട് എന്ന് എനിക്ക് ബോധ്യമായാൽ പ്രശ്നമില്ല. മനസ്സിലായോ? ഞാൻ കാണാത്ത ഭാഗം ഇവിടെ ഉണ്ട്. ഞാൻ കാണാത്ത ആംഗിളിലൂടെ മറ്റൊരുവൻ നോക്കുന്നു. ഞാൻ കാണാത്ത അവൻ വിളിച്ചു പറഞ്ഞു, അപ്പം ഞാൻ അവനെ ശത്രുവായിട്ട് കാണട്ടെ. അതാ കർത്താവ് പറഞ്ഞു, അവനാ നിൻ്റെ മിത്രം. നീ കാണാത്തത് നിനക്ക് കാണിച്ചു തന്നവനാ നിൻ്റെ മിത്രം. അതുകൊണ്ട് അവനെ സ്നേഹിക്കാൻ കർത്താവ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പം നമുക്ക് ശത്രുക്കളില്ല. അപ്പം നമ്മളും ആയിരിക്കുന്ന തലങ്ങളിൽ നിന്ന്, ഉയർന്ന തലങ്ങളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ശത്രുവിനെ സ്നേഹിക്കാൻ വേറെ കർത്താവ് പ്രാർത്ഥിച്ചെന്ന് അറിയാൻ ഇവരോട് ഇനി നിങ്ങളുടെ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരിൽ നിന്ന് തെറ്റാനുഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം? കർത്താവെ, ഇങ്ങേർക്ക് വിവരമില്ലാത്തതിനാൽ കുറച്ച് വീണ്ടും തന്നെ കിട്ടുന്നുണ്ട്. മനസ്സിനെ പ്രാർത്ഥിക്കാം. അങ്ങേരുടെ വീട്ടിൽ നിന്ന് വിവരമില്ലെന്ന് പറഞ്ഞാൽ തന്നെ കിട്ടാനില്ലേ കേട്ടോ? അതുകൊണ്ട് അപ്പം വാസ്തവത്തിൽ ഇതിന് നോക്കാം. അപ്പം യഹൂദന്മാർ ഒരു പ്രാവശ്യം കർത്താവിനെ കുറിച്ച് ഇന്ന് കർത്താവിന് അടിയേൽക്കുന്നത് ഏത് ഭവനത്തിൽ വെച്ചാണ്? ആരാണ് ക്രിസ്തുവിനെ മുറിവേൽപ്പിക്കുന്നത്? അത് നമുക്കൊന്ന് ചിന്തിക്കാം. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയും, നമ്മൾ ഇപ്പോൾ ദുഃഖവെള്ളിയാഴ്ച നമ്മൾ വരാനിരിക്കുക. യഹൂദന്മാരെല്ലാം കർത്താവിനെ ക്രൂശിച്ചോർത്ത് കരയാനും അവരെ ശപിക്കാനും ഒക്കെ പഠിക്കലും ഒരുങ്ങി നിൽക്കുക. ദുഃഖവെള്ളിയാഴ്ച പുസ്തകമൊക്കെ ഇപ്പോഴെടുത്ത് കൈ വെച്ചിരിക്കുക അവരെയൊക്കെ പറയാനൊക്കെ ഉണ്ടല്ലേ. വാസ്തവം ചിന്തിച്ച് യഹൂദന്മാരൊറ്റ പ്രാവശ്യം ക്രൂശിച്ചുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മൾ എന്നും ക്രൂശിക്കുന്നവരാണ്. ഇന്ന് യേശു അടിയേൽക്കുന്നത് ഇന്ന് യേശുവിൻ്റെ സ്വന്തം ഗ്രഹമായ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നാണ്. ഒരു വിജാതിയനും യേശുവിനെ ക്രൂശിക്കുന്നില്ല, യേശു അപഹസിക്കപ്പെടുന്നില്ല. ഞാൻ നിങ്ങൾക്കെതിരാകുമ്പോൾ, നിങ്ങൾ എനിക്കെതിരാകുമ്പോൾ, ഞാൻ നിങ്ങളുടെ കുറ്റം പറയുമ്പോൾ, നിങ്ങൾ എൻ്റെ കുറ്റം പറയുമ്പോൾ ഇവിടെ മുറിവേൽക്കുന്ന ആർക്കാണെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തു. ഉദാഹരണം ഞാൻ പറയാം. അതായത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 47 മുതൽ 56 വരെയുള്ള സമയം പോകുന്നതുകൊണ്ട് വായിക്കണ്ട. കർത്താവ് ഗെത്സമനായിൽ പ്രാർത്ഥിക്കാൻ പോയ സംഭവം വായിക്കുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. 3 പ്രാവശ്യം ചോദിച്ചല്ലേ? അവരെല്ലാം ഇരുന്ന് ഉറങ്ങി. കർത്താവ് അത് കഴിഞ്ഞ് താഴ്വരയിലേക്ക് ഇറങ്ങി വരുമ്പോൾ യൂദാസ് വന്ന് യേശുവിനെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുകയും യേശു പിടിക്കപ്പെടുകയും യേശു പിടിക്കപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? പത്രോസ് ശ്ലീഹ വാളെടുത്ത് വെട്ടി. പ്രാർത്ഥിക്കേണ്ട സമയത്ത് മാറി നിന്ന് ഉറങ്ങുന്നവൻ്റെ പ്രതിഫലനമാണ്. വാസ്തവത്തിൽ ക്രൂശിക്കപ്പെടാൻ പോകുന്ന ആരാ? കർത്താവല്ലേ. കർത്താവായിരുന്നു ഇവിടെ പ്രതികരിക്കേണ്ടത്. കർത്താവ് നമ്മൾ വായിക്കുന്നു, രോമം കത്തിരിക്കുന്നതിൻ്റെ മുന്നിൽ മിണ്ടാതെ നിൽക്കുന്ന പെണ്ണാട് പോലെ മൗനമായി നിന്ന് ഇതൊക്കെ ഏറ്റുവാങ്ങുക. കൂടെ നിന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉറങ്ങിയ പത്രോസ് പ്രതികാര ബുദ്ധിയോടെ വാളെടുത്ത് വെട്ടി. പത്രോസ് വാളെടുത്ത് വെട്ടിയത് ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? പറ. ശരിയാണോ തെറ്റാണോ? 3.5 വർഷക്കാലം കൂടെ കൊണ്ട് നടന്ന് ഭക്ഷണം കൊടുത്ത് എല്ലാം പഠിപ്പിച്ച ഗുരുവിനെ മറ്റൊരു ഒന്ന് ആക്രമിക്കുമ്പോൾ കൈ കെട്ടി നിൽക്കുന്നതാണോ സ്നേഹം? അതാണോ സ്നേഹം? പറഞ്ഞേ. അല്ലല്ലേ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ വാസ്തവത്തിൽ യൂദോസ് കറിയോത്ത യേശുവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ച പോലെ തന്നെ പത്രോസിൻ്റെ പ്രവൃത്തിയും യേശുവിനെ വേദനിപ്പിച്ചു. എന്താണെന്നറിയുമോ? ഈ 3.5 വർഷക്കാലം കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചതെന്താ? ശത്രുവിനെ സ്നേഹിക്കുവിൻ, ഉപദ്രവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, ഒരു ചെകിട തടിക്കുന്നവന്. അങ്ങനെ പഠിപ്പിച്ച കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് വാളെടുത്തൊരുത്തനെ വെട്ടിയാൽ അവിടെ മൽക്കോസിൻ്റെ ചെവിയാണ് മുറിഞ്ഞതെങ്കിൽ കർത്താവിൻ്റെ ഹൃദയമാണ് മുറിഞ്ഞത്. കർത്താവ് പഠിപ്പിച്ചത് ഒറ്റ നിമിഷം കൊണ്ട് അവൻ മറന്നു. അതുകൊണ്ട് കർത്താവ് ദുഃഖത്തോടെ പറഞ്ഞു, കീപ് യുവർ സോൾ. വാൾ മുറിയിലെടുക്കുക, വാളെടുക്കുന്നവരൊക്കെ വാളാൽ നശിക്കുമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഈ രീതിയിലാണ് നമ്മൾ കർത്താവിനെ മുറിവേൽപ്പിക്കുന്നത്. പത്രോസിൻ്റെ ന്യായീകരണമുണ്ട്. എൻ്റെ ഗുരുവിനെ പിടിക്കുമ്പോൾ കൈ കെട്ടി നിൽക്കുന്നതാണോ സ്നേഹം? ഞാൻ പ്രതികരിക്കണ്ടേ? പത്രോസിന് ന്യായീകരണമുണ്ട്. പക്ഷേ കർത്താവിന് ഇവിടെ മുറിവേറ്റു. എൻ്റെയും നിങ്ങളുടെയും പ്രതികരണം കർത്താവിനെ മുറിവേൽക്കും. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കെതിരാകുമ്പോൾ, നിങ്ങൾ എനിക്കെതിരാകുമ്പോൾ മുറിവേൽക്കുന്നത് കർത്താവിന്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതെങ്ങനെ കർത്താവിന് മുറി? ഉദാഹരണം പറയാം. നിങ്ങളിവിടെ നിന്ന് പള്ളി വന്നു, ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ടാണ് പള്ളി വന്നത്. കൊച്ചു കുഞ്ഞ് നിങ്ങളിവിടെ പള്ളി ഇരിക്കുമ്പോൾ മുറ്റത്തിറങ്ങി ഓടി, കുട്ടി വീണു, കുട്ടിയുടെ മുട്ട് പൊട്ടി, കുട്ടി കരഞ്ഞു. അതിന് വേദനിച്ച് കുട്ടി കരഞ്ഞല്ലേ? അത് കാണുന്ന അമ്മയ്ക്കും അപ്പനും ഇത് കരച്ചിലുണ്ടോ? കരച്ചിലുണ്ടാവും. അത് ഇതുവരെ നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുമോ? കരച്ചിലുണ്ടോ? പറഞ്ഞേ. എന്തിനാ കരഞ്ഞത്? നിങ്ങൾ ഓടിയില്ലല്ലോ, നിങ്ങൾ വീണില്ലല്ലോ, നിങ്ങളുടെ മുട്ട് പൊട്ടിയില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ കരഞ്ഞേ? എന്തിനാ കരഞ്ഞേ? കുഞ്ഞും ഞാനുമായുള്ള ബന്ധം മനസ്സിലായോ?
കുഞ്ഞിൻ്റെ മുട്ട പൊട്ടിയത്, നമ്മുടെ ഹൃദയമാണ് പൊട്ടിയത്. കുഞ്ഞിന് ശാരീരിക വേദന, നമുക്ക് ആന്തരിക. ഇതിന് ഏത് വേദനയാണ് വലുത്? ഏത് വേദനയാണ് വലുത്? മാനസിക വേദനയാണ്. ഇതാണ് ക്രിസ്തു അനുഭവിക്കുന്ന വേദന. മനസ്സിലായോ? നമ്മളിന്ന് തർക്കങ്ങളുണ്ടാക്കുമ്പോൾ, വ്യവഹാരങ്ങളുമായി കോടതികൾ കയറി ഇറങ്ങുമ്പോൾ, പരസ്പരം കുറ്റാരോപണം നടത്തുമ്പോൾ നമ്മൾ യേശുവിൻ്റെ കരങ്ങളിൽ ആണിയടിച്ചുകൊണ്ടിരിക്കുക. ഇത് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞാൽ ഈ സമുദായമല്ല, ലോകം മുഴുവൻ രക്ഷപ്പെടും. ഇന്ന് ഞാനതാ പറഞ്ഞു, ഒരു വിജാതിയനും ക്രിസ്തുവിനെ ക്രൂശിക്കുന്നില്ല, നമ്മളാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ പത്രോസ്ലീഹ എന്ത് സംഭവിച്ചു നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ യേശുവിനെ, പിന്നെ പത്രോസ്ലീഹ യേശുവിനെ ദൂരവേ അനുഗമിച്ചു. പിന്നെ അവനെ തള്ളി പറയുന്നുണ്ട്, ഞാനവനെ അറിയുന്നു. കർത്താവ് വിളിച്ചത് ശിഷ്യന്മാരെ വിളിച്ച് തന്നോട് കൂടെ നടക്കാനും കൂടി ഇരിക്കാനൊക്കെ വിളിച്ചത്. ദൂരവേ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായ ഏറ്റവും സുഖമുള്ള കാര്യമാണ് ദൂരവേ അനുഗമിക്കുക, അല്ലേ? മാമോദീസ, കല്യാണം, ശവസംസ്കാരം, 3 കാര്യങ്ങൾ പള്ളിയിൽ നടത്തി കിട്ടുക, ഞായറാഴ്ച പള്ളിയിൽ പടിഞ്ഞാറത്തിൽ പോവുക, കാര്യങ്ങളൊന്നും ഇടപെടാതിരിക്കുക, ദൂരവേയുള്ള അനുഗമനമാണ്. കൂടെ നിന്ന് കർത്താവിനോട് ചേർന്ന് നിന്ന് ചാട്ടവാറിൻ്റെ അടിയുടെ അറ്റം ഏറ്റുവാങ്ങേണ്ടവനായിരുന്നു പത്രോസ്. പക്ഷെ അവന് സാധിക്കുന്നില്ല. പ്രാർത്ഥിക്കേണ്ട സമയത്ത് മാറിയിരുന്ന് ഉറങ്ങിയതുകൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് മറ്റാരുമല്ല യേശുവിനെ മുറിയേൽപ്പിക്കുന്നത്, നമ്മളാണ്. അപ്പോൾ നമുക്കറിയാൻ പോലെ കർത്താവ് പത്രോസ് വാളുകൊണ്ട് വെട്ടി. നമ്മുടെ കയ്യിലൊരു വാളുണ്ട്. ആ വാളിനെ കുറിച്ച് യാക്കോബ് പറഞ്ഞിട്ടുണ്ടല്ല. നമ്മുടെ കയ്യിലുള്ള വാളേതാ? നാവാണ് വാളല്ലേ. ഞാൻ പലപ്പോഴും പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് പനിയാ, ചുമയാ, നെഞ്ചുവേദനയാ, വയറ്റുവേദന എന്ന് പറഞ്ഞാൽ ഡോക്ടറൊക്കെ ചെല്ലുമ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞു നാക്ക് നീട്ടാൻ പറയും. ഇപ്പോൾ ഡോക്ടർമാരൊന്നും പറയുന്നില്ല അല്ലേ. പണ്ടൊക്കെ ഏത് ഡോക്ടറൊക്കെ ചെന്നാലും ഡോക്ടർ പറയും നാക്ക് നീട്ടാൻ പറയും. ഇന്നലെ നാക്ക് നീട്ടാൻ പറയും. നാക്കേ വേദന ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഇല്ല. കാണാം, നാവ് കാണുമ്പോൾ ഡോക്ടറിനറിയാം ഇവനുള്ളിൽ എന്താ കുഴപ്പം. ഇപ്പോൾ ഓരോരുത്തരുടെ നാക്കിൽ വരുന്നത് കേൾക്കുമ്പോൾ നമുക്കറിയാം. സത്യല്ലേ? പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ എന്താ കുഴപ്പം. മനസ്സിലായില്ലേ? അപ്പം ആ വാൾ കൊണ്ടുള്ള പരസ്പരം വെട്ടൽ അങ്ങ് നിർത്തുക. എന്നിട്ട് ക്രിസ്തുവിൻ്റെ ക്രൂശിന് പങ്കുവഹിക്കേണ്ടത്. ഒരു ഭാഗം കൂടെ വായിച്ചൊരു വാക്കുകൾ ഞാൻ ഉപസംഹരിക്കാം. നമ്മൾ എങ്ങനെയാണ് ക്രിസ്തുവിനെ മുറിവേൽപ്പിക്കുന്നത്? എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെ പൗലോസ് പറയുന്നു. ഒന്ന് വായിച്ച് വളരെ വേഗം, സമയം പോയി. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിച്ചറിഞ്ഞവൻ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകോപവാദം വരുത്തുന്നവരുമാകിയാൽ അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ കഴിവുള്ളതല്ല. ശ്രദ്ധിച്ച് കേട്ടോണ്ട് പൗലോസിക പറയാണ്, ആരാ ക്രിസ്തുവിനെ ക്രൂശിക്കുന്നെന്ന്. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട്, പ്രകാശത്തിൻ്റെ കൂദാശ എന്ന് പറയുന്നത് ഏതാണ്? പ്രകാശത്തിൻ്റെ കൂദാശ എന്ന് പറഞ്ഞ കൂദാശ 7 കൂദാശകളിൽ മാമോദീസ, അതാണ് പ്രകാശം. അത് അന്ധകാലത്തിന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് പത്രോസിക പറഞ്ഞില്ലേ? പ്രകാശത്തിൻ്റെ മാമോദീസ സ്വീകരിച്ച സഭയിൽ അംഗമായവൻ പിന്നെ സ്വർഗീയ ദാനം ആസ്വദിച്ച്. ഏതാ സ്വർഗീയ ദാനം? വിശുദ്ധ കുർബാന, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പം അല്ലേ വിശുദ്ധ കുർബാന. അപ്പം മാമോദീസ ഏറ്റവൻ, വിശുദ്ധ കുർബാന പ്രാപിച്ചവൻ, പിന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവൻ. മാമോദീസ മൂറണഭിഷേക പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ലേ? പിന്നെ ദൈവത്തിൻ്റെ നല്ല വചനം ജനിച്ചപ്പോൾ മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് ഈ നല്ല വചനം അല്ലേ. പറയാനും കേൾക്കാനും തുടങ്ങിയിട്ട് എത്ര വർഷമായി? ദൈവത്തിൻ്റെ നല്ല വചനം കേട്ടവൻ വരാനുള്ള ദൈവത്തിൻ്റെ ആസ്വദിച്ച് കർത്താവിൻ്റെ 2ാമത്തെ വരുവരെയാണല്ലോ വിശ്വകുർബാന എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. പിന്നെ അങ്ങനെയുള്ളവൻ പിന്മാറിപ്പോയത് അവൻ ആരാണ്? ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും. പൗലോസേ ഉപയോഗിച്ച വാക്കതാണ്. യേശുവിനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകോപവാദം വരുത്തുന്നവരുമാണ്. മാതാപിതാക്കൾക്ക് അപവാദം ഉണ്ടാക്കുന്ന ആരാ? അയലോകക്കാരാണോ? അല്ല, മക്കളാണ്.
മക്കളാണ് മാതാപിതാക്കൾക്ക് അപവാദം ഉണ്ടാക്കുന്നത്. അയലോകക്കാരനും സ്നേഹിതനൊന്നുമല്ല. അവന് ലോകോപവാദം വരുത്തുന്നവരും ആകയാൽ അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ കൊണ്ടുപോകത്തില്ല. നമുക്കെന്താ മാനസാന്തരം ഉണ്ടാകാത്തെന്ന് പിടികിട്ടിയോ? ഇതെല്ലാം കിട്ടിയവരാണ്. നമുക്കൊരിക്കലും മാനസാന്തരം ഉണ്ടാവില്ല. ഇതെല്ലാം കിട്ടിപ്പോയി. കാരണം ഒരിക്കൽ പ്രകാശനം ലഭിച്ചു, സ്വർഗീയദാനം ആസ്വദിച്ചു, ജനിച്ചപ്പോൾ മുതൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്നു, അല്ലേ? ഇതെല്ലാം ആസ്വദിച്ചു. അവൻ പിന്മാറിപ്പോയാൽ അവനെ വീണ്ടും നമ്മൾ പറയാറില്ലേ, ഉറങ്ങുന്നവനെ ഉണർത്താം, നടിക്കുന്നവനെ ഉറക്കാൻ പറ്റില്ല. ഒരു അക്രൈസ്തവൻ ഒറ്റ പ്രസംഗം കേട്ടാൽ മതി, അവൻ പെട്ടെന്ന് മാനസാന്തരപ്പെടും. അവൻ്റെ ജീവിതം, പഴയകാല ജീവിതം മുഴുവൻ ഒറ്റ പ്രസംഗത്തിൽ അവനെ ഉപേക്ഷിക്കും. അവൻ പുതിയ മനുഷ്യനായിത്തീരും. നമുക്ക് പ്രയാസമാണ്. അതാ കാരണം ജനിച്ച മുതൽ കിട്ടിക്കൊണ്ടിരിക്കുക. പിന്നെ അതിനോട് ചേർന്നൊരു ഉദാഹരണം കൂടെ അദ്ദേഹം ചേർന്ന് അതിൻ്റെ അടുത്ത വാക്യം കൂടെ വായിച്ചു പെട്ടെന്ന് പറയാം. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി നല്ല സസ്യാദികളെ വിളയിക്കുന്നെങ്കിൽ അത് നന്മയത്രേ. മുള്ളും ഞെരിഞ്ഞിടുമെങ്കിൽ ശാപമത്രേ. കത്തിച്ച് കളയത്രേ അതിൻ്റെ അവസാനം. ശ്രീഹ പറഞ്ഞു കേട്ടോ, ദൈവം ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്നതും ഭൂമി വെള്ളം കുടിക്കുന്നതിനും നല്ല സസ്യാദികളെ വിളയിക്കണമെന്ന ഉദ്ദേശത്തോടാണ് ദൈവം മഴ പെയ്ച്ചത്. അതിനു പകരം മുള്ളും ഞെരിഞ്ഞിലുമാണെങ്കിൽ ശാപമാണ്, കത്തിച്ച് കളയത്ര. ദൈവപ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവാകുന്ന മഴയെ ദൈവം നമ്മിൽ വർഷിപ്പിക്കുന്നത് നമ്മിൽ നിന്ന് ആത്മാവിൻ്റെ സൽഫലങ്ങളെ പുറപ്പെടുവിക്കാനാണ്. അതിനു പകരം ജഡത്തിൻ്റെ ഫലങ്ങളായ മുള്ളും ഞെരിഞ്ഞിലുമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് ശാപമാണ്, കത്തിച്ച് കളയത്രേ അതിൻ്റെ അവസാനം. അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. ദൈവമേ, ഇനി എൻ്റെ വാക്കുകൾ നിമിത്തമോ എൻ്റെ പ്രവൃത്തി നിമിത്തമോ എൻ്റെ ജീവിതം കൊണ്ടോ ഞാൻ ഇനി നിന്നെ ക്രൂശിക്കില്ല. എൻ്റെ വാക്കുകളോ എൻ്റെ ചിന്തകളോ നിൻ്റെ മുറിപ്പാടിൽ അണിയടിക്കില്ല. ആ ഒരു തീരുമാനം ഈ ദുഃഖവെള്ളിയാഴ്ച എടുക്കാൻ, ഈ ഭാഷയാഴ്ച എടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവിനെ ഓർത്ത് കരഞ്ഞ സ്ത്രീകളോട് കർത്താവ് പറഞ്ഞു, എന്നെ ചൊല്ലി നിങ്ങളുടെ മക്കളെയും, കാരണം അവരായി ഇനി എന്നെ ക്രൂശിക്കാൻ പോകുന്നു. നിങ്ങളുടെ മക്കളെ ചൊല്ലി കരഞ്ഞാൽ മതി, അവരായി എന്നെ ക്രൂശിക്കാൻ പോകുന്നില്ല. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, എന്നെ ചൊല്ലി നിങ്ങൾ കരയുന്ന മതി. യഹൂദന്മാർ ഒരു വാഴ്ച ക്രൂശിക്കുന്നു. അതുകൊണ്ട് കർത്താവിനെ ക്രൂശിക്കുന്ന മനോഭാവത്തിൽ നിന്ന് കർത്താവിനെ സ്നേഹിക്കുന്ന അനുഭവത്തിലേക്ക് വരുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ, ശക്തിയായി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം.